സ്വദേശാഭിമാനി മുതൽ സോഷ്യൽ മീഡിയ കാലം വരെ മലയാള പ്രവർത്തനം എങ്ങനെ മാറി എന്ന വിഷയത്തിൽ ഇന്ന് മനില മോഹനുമായി സംസാരിക്കാൻ കഴിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മനില, ഞാൻ അവസാനം ഒരു ചോദ്യം ചോദിക്കാം, പക്ഷേ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ തരട്ടെ. നിങ്ങൾ ട്രഡീഷണൽ മീഡിയ ഹൗസിൽ ജോലി ചെയ്തിട്ടുണ്ട്, പിന്നെ സ്വന്തമായി ഒരു ന്യൂ മീഡിയ ന്യൂസ് വെബ്സൈറ്റ് ആരംഭിക്കുക ചെയ്തു. അതിനാൽ നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കാൻ എല്ലാവർക്കും വലിയ താല്പര്യം കാണും. പക്ഷേ ആദ്യം ഈ വിഷയത്തിൻ്റെ ഒരു ചെറിയ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു തുടങ്ങാം. സ്വദേശാഭിമാനി മുതൽ സോഷ്യൽ മീഡിയ യുഗം വരെ എന്ന് ഈ മീറ്റിങ്ങിൻ്റെ ടൈറ്റിൽ ആയി വെച്ചത് അതൊരു കാരണമുണ്ട്. 1905 മുതൽ 1910 വരെ പബ്ലിഷ് ചെയ്ത സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂറിലും മറ്റ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളിലും സ്വതന്ത്ര പത്ര പ്രവർത്തനത്തിന് ഒരു പുതിയ തുടക്കമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇതിന് ഏകദേശം 50 വർഷം മുമ്പ് തന്നെ മിഷണറിമാർ പത്രങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 19th സെഞ്ച്വറിയുടെ അവസാനം പ്ലാന്റർമാരുടെ താല്പര്യങ്ങൾക്കായി മലയാള മനോരമ, വ്യാപാരികളുടെ താല്പര്യങ്ങളായി വെസ്റ്റേൺ സ്റ്റാർ, പശ്ചിമതാരം പോലുള്ള പത്രങ്ങൾ ഉണ്ടായി. എന്നാൽ സ്വദേശാഭിമാനി വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി സ്വന്തം പണം ഉപയോഗിച്ചു പുതിയ പ്രസ് ഇമ്പോർട്ട് ചെയ്തു, ഒരു മോഡേൺ പ്രസ് ഇമ്പോർട്ട് ചെയ്ത് 1905 പത്രം ആരംഭിച്ചു. അതിലെ ആദ്യത്തെ എഡിറ്റോറിയൽ തന്നെ ഒരു പ്രധാന കാര്യം പറഞ്ഞു. ഈ പത്രം ജനങ്ങളുടെ നന്മയ്ക്ക്, വെൽഫെയറിന് വേണ്ടിയാണ്, അഴിമതിക്കെതിരെ ആണ്. ഓക്കെ, ജനം, സർക്കാർ, ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് സ്വദേശാഭിമാനി തുടക്കത്തിലേ പറഞ്ഞത്. അന്നത് ഒരു പുതിയ ആശയമായിരുന്നു. ജനം, ദ പീപ്പിൾ എന്നുള്ള ഐഡിയ, ഈ ഐഡിയ തന്നെ പുതിയതായിരുന്നു. പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയല്ല, പൊതുജനത്തിന് വേണ്ടി. പിന്നെ അതിന് പുറമെ ഒരു പുതിയ റിലേഷൻഷിപ്പ്, ജനം ആൻഡ് ഭരണം, അവർ തമ്മിൽ എന്താണ് റിലേഷൻഷിപ്പ്. അപ്പം ഒരു പുതിയ ഐഡിയ തുടങ്ങുന്നു. പൊതുജനം സബ്ജക്റ്റ് മാത്രമല്ല, സിറ്റിസൺ കൂടെയാണ്. അതായത് രാജാവിൻ്റെ സബ്ജക്റ്റ് മാത്രമല്ല, രാജാവില്ലാതെ തന്നെ ജനത്തിനൊരു എക്സിസ്റ്റൻസ് ഉണ്ട്. സർക്കാരിനെ ജനത്തിന് ചോദ്യം ചെയ്യാം. അതായിരുന്നു സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ എഡിറ്റോറിയലിൻ്റെ ഒരു ഉദ്ദേശം. അങ്ങനെ പറഞ്ഞില്ല, പക്ഷേ അതാണ് അതിൻ്റെ ആക്ച്വലി എസെൻസ്. ആദ്യത്തെ എഡിറ്റർ 1 വർഷത്തിന് ശേഷം പത്രം വിട്ടു. ചിലപ്പോൾ ഇത് സഹിക്കാൻ പറ്റില്ലായിരിക്കും. പിന്നീട് അഴിമതിക്കെതിരെ ശക്തമായി എഴുതിക്കൊണ്ടിരുന്ന് മറ്റ് പത്രങ്ങളിൽ നിന്ന് പുറത്താക്കിപ്പെട്ടിരുന്ന രാമകൃഷ്ണപിള്ളയെ വക്കം മൗലവി തന്നെ കണ്ടെത്തി എഡിറ്ററായി നിയമിച്ചു. അപ്പോൾ അത് വക്കം മൗലവിയാണ് പോയി തേടി കണ്ടുപിടിച്ച് ഇങ്ങനത്തെ ഒരു എഡിറ്ററിനെ. ഇവർ രണ്ടുപേരും ചേർന്ന് 4 വർഷം പത്രം മുന്നോട്ട് കൊണ്ടുപോയി. ഒടുവിൽ രാജ്ഭരണം അത് നിരോധിച്ചു. തിരുവിതാംകൂറിൽ മാധ്യമങ്ങളെ അടിച്ചമർത്തിയ ആദ്യത്തെ പ്രധാന സംഭവമായിരുന്നു ഇത്. ഇന്നത്തെ സ്വതന്ത്ര ന്യൂ മീഡിയ ചാനലുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ സ്വദേശാഭിമാനി ചില സാമ്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ഞാൻ മനിലയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ഈ 120 വർഷങ്ങളിൽ മലയാള പത്രപ്രവർത്തനം, ജേർണലിസം എങ്ങനെ മാറിയിട്ടുണ്ട്?
പ്രധാന ഘട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? ന്യൂ മീഡിയ പത്രപ്രവർത്തനം പഴയ രീതിയുടെ ഒരു തുടർച്ചയാണോ അല്ലെങ്കിൽ വലിയൊരു മാറ്റമാണോ? ആദ്യമായി വക്കം മൗലവി ഫൗണ്ടേഷൻ്റെ ഈ ടോക്ക് സീരീസിലേക്ക് ട്രൂ കോപ്പി തിങ്കിൻ്റെ പ്രതിനിധിയായി എന്നെ ക്ഷണിച്ചതിന് ഫൗണ്ടേഷൻ മെമ്പേഴ്സിനോടും ഡോക്ടർ സാജിദയോടും ഫാത്തിമയോടും എല്ലാം ബിജുവിനോടും ഒക്കെ വളരെയധികം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. സത്യത്തിൽ സ്വദേശാഭിമാനിയുടെ ഒക്കെ ഓർമ്മ പുതുക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രവും വർത്തമാനവും ഭാവിയും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ താരതമ്യേന പുതിയ മീഡിയയായ ട്രൂ കോപ്പി തിങ്ക് അതിനകത്തൊരു പാർട്ടായിട്ട് വന്നു എന്നുള്ളത് ട്രൂ കോപ്പി തിങ്കിൻ്റെ ഒരു തുടക്കക്കാരിലൊരാളെന്നുള്ള നിലയിൽ വലിയ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അതിനാദ്യം നന്ദി പറയുന്നു. ഇതിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ചുള്ള ചോദ്യമായിരുന്നു ആദ്യം. നമുക്കറിയാം, പത്രത്തിൻ്റെ ചരിത്രം 180ഓളം വർഷമാവുന്നുണ്ട് മലയാള മാധ്യമ ചരിത്രത്തിന്. പത്രപ്രവർത്തന ചരിത്രം 1847 ആദ്യത്തെ രാജ്യസമാചാരം എന്ന് പറയുന്ന പത്രം കേരളത്തിൽ മലയാളത്തിൽ ഉണ്ടാവുന്നത്. അതിനുശേഷം നിരവധി പത്രങ്ങളുണ്ടായിട്ടുണ്ട്, മാഗസീനുകൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ചരിത്രമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മത പ്രചാരണം അല്ലെങ്കിൽ സാമുദായിക പ്രചാരണത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായി തന്നെയാണ് പത്രങ്ങൾ ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ആദ്യത്തെ പത്രത്തിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മതപരമായ പ്രചാരണം ലക്ഷ്യമിടുമ്പോഴും ആദ്യത്തെ ശാസ്ത്ര ലേഖനങ്ങളോ അതിൻ്റെ കണ്ടൻ്റായിട്ട് ശാസ്ത്രവും വരുന്നുണ്ട് എന്നുള്ളൊരു വൈരുദ്ധ്യം കൂടെ ഉണ്ട്. ആദ്യകാല പത്രങ്ങളൊക്കെ ആ രീതിയിലായിരുന്നു. എല്ലാ ദിവസവും പബ്ലിഷ് ചെയ്യുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല തുടക്കകാലത്തെ അതിൻ്റെ ചരിത്രം. കൃത്യമായ മതപ്രചാരണ ഉപാധി അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഘട്ടത്തിലേക്ക് പത്രങ്ങൾ മാറുന്നതാണ് അതിൻ്റെ ഒരു നിർണായകമായ മറ്റൊരു ഘട്ടം എന്ന് പറയാവുന്നത്. 21ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് വക്കം മൗലവി സ്വദേശാഭിമാനി എന്ന് പറയുന്ന അതുവരെ ഉണ്ടായിരുന്ന ഒരു പത്രമാധ്യമ ചരിത്രത്തിൽ നിന്നുള്ള വലിയ വിടുതലും ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റവും കൂടിയായിരുന്നു. ഇതിൻ്റെ ഇങ്ങേയറ്റത്ത് ഒരു ഡിജിറ്റൽ മീഡിയയുടെ നടത്തിപ്പിൻ്റെ ഭാഗം കൂടി വഹിച്ചിരിക്കുന്ന ഒരാളെന്ന നിലയിൽ അന്ന് നടത്തിയ സാമ്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് ക്യാപിറ്റൽ തന്നെയാണ് ഒരു മാധ്യമത്തിൻ്റെ കണ്ടൻറ്റിനെ നിശ്ചയിക്കുക എന്നുള്ളത്. ഒരു നൂറ്റാണ്ടിന് ശേഷവും 1.25 നൂറ്റാണ്ടിന് ശേഷവും ഒരു വ്യത്യാസവുമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ്. അന്ന് വക്കം മൗലവി എന്തുകൊണ്ട് ഡിഫറൻ്റ് ആവുന്നു എന്നുള്ളതും അദ്ദേഹം സ്വന്തം ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടാണ് അത് തുടങ്ങുന്നത്. പുതിയ ഒരു മെഷീൻ ഷിപ്പ് വഴി ഇവിടെ കൊണ്ടുവന്ന് അതിന് ഒരു മോഡേണൈസ് അന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു മോഡേണായിട്ടുള്ള ഒരു പത്രത്തെ അച്ചടിച്ചിറക്കുന്നുണ്ട്. പക്ഷേ പത്രാധിപർക്ക് 100% പരിപൂർണമായ സ്വാതന്ത്ര്യം കൊടുത്ത ആദ്യത്തെ ഒരു മുതലാളി എന്നല്ല പറയേണ്ടത്, ആദ്യത്തെ ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ പത്രത്തിനെ കൊണ്ട് നടന്ന ഒരാൾ വക്കം മൗലവി തന്നെയാണ്. വക്കം മൗലവി പോലെ മറ്റൊരാളില്ല എന്നാണ് ചരിത്രത്തിൽ അദ്ദേഹത്തെ പറ്റി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അതുപോലുള്ള എഡിറ്റോറിയലുകളും അതുപോലുള്ള കണ്ടൻറ്റും ആ പറയുന്ന സ്വദേശാഭിമാനിയിൽ കൊടുക്കാൻ കഴിഞ്ഞത് ഈ പറയുന്ന ഇടപെടലില്ലാത്തത് കൊണ്ടാണ്. അത് ഇടപെടലില്ല എന്ന് വാക്കാൽ പറയുന്നത് മാത്രമല്ല, അതിനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹം നാട് കടത്തപ്പെട്ടതും അതിശക്തമായ മാധ്യമപ്രവർത്തന രീതികൾ കൈക്കൊണ്ടിട്ടുള്ളതും. അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തനത്തിലെ കണ്ടന്റിനോട് വിയോജിപ്പുകളൊക്കെ പിൽക്കാലത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. ചില വിഷയങ്ങളിൽ അദ്ദേഹം എടുത്ത നിലപാടുകളോടൊക്കെ വിയോജിപ്പുകളുള്ള മനുഷ്യരും അതും ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഒരു എഡിറ്റർഷിപ്പ്, ഒരു എഡിറ്റർ എന്തായിരിക്കണം എന്നുള്ളതിൻ്റെ പരിപൂർണ സ്വാതന്ത്ര്യം കിട്ടിയിരുന്ന ഒരു വ്യക്തിയും ആ തരത്തിൽ ചരിത്ര പുരുഷനുമായിട്ടുള്ള 2 മഹത് വ്യക്തികളാണ് വക്കം മൗലവിയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും. ജേർണലിസം വിദ്യാർത്ഥികളൊക്കെ ഈ പേരുകൾ നമ്മൾ ജേർണലിസം ക്ലാസ്സുകളിലൊക്കെ ചരിത്രം പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പഠിക്കും. പക്ഷേ ഒരു പ്രാക്ടിക്കൽ ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴാണ് പുതിയ കാലത്തെ മീഡിയ അതിൽ നിന്നൊക്കെ എത്രത്തോളം വിദൂരമായൊരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാവുക. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് പിന്നീട് മാതൃഭൂമി പോലുള്ള പത്രങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിനു മുൻപ് മനോരമ ഉണ്ടാവുന്നുണ്ട്, അത് പൂട്ടുന്നുണ്ട്. അതിൻ്റെയൊക്കെ താല്പര്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരവും നിവർത്തന പ്രക്ഷോഭവും ക്ഷേത്രപ്രവേശന വിളംബരവും തുടങ്ങി ചരിത്രത്തിലെ
നിർണായകമായ ഘട്ടങ്ങളിൽ മുഴുവൻ സാമുദായിക പരിഷ്കരണം, സ്വാതന്ത്ര്യ സമരം, നവോത്ഥാന ചരിത്രത്തിലൊക്കെ മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ പ്രേരണയോ മാധ്യമങ്ങളുടെ നിലപാടുകളോ മാധ്യമങ്ങളുണ്ടായ സാഹചര്യമൊക്കെ ഈ ചരിത്രത്തിൻ്റെ കൂടി, ഈ ഒരു വിപ്ലവകരമായ ചരിത്രത്തിൻ്റെ കൂടി ഭാഗമാണ്. മാഗസീനുകളും അതിന് സമാന്തരമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു കൃത്യമായ വിഷയത്തിന് വേണ്ടി ഊന്നിയിട്ടുള്ള മാഗസിൻ, സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള മാഗസിനുകളൊക്കെ ആ കാലത്ത് ഉണ്ടാവുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മാഗസിൻ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ പത്രത്തിൻ്റെ എവല്യൂഷൻ എന്ന് പറയുന്നത് അതിനെ കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ടും ആ കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങൾ, അതിൻ്റെ സമര സാഹചര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് മലയാളത്തിലെ മാറ്റങ്ങൾ, അത് ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി കൂടി തന്നെയാണ് ഇവിടെയും മാധ്യമങ്ങളിലെ പത്രം മാറ്റം സംഭവിക്കുന്നത്. അതൊരു ഒരിക്കലും തുടക്കത്തിൽ ദിനപത്രം എന്നുള്ള രീതിയിലൊക്കെ വളരെ ലേറ്ററായിട്ടാണ് സംഭവിക്കുന്നത്. കുമാരനാശൻ മരിച്ച സംഭവമൊക്കെ എല്ലാവരും ഉദാഹരണമായിട്ട് പറയാറുണ്ട്. മരിച്ച് ബോട്ടപകടം നടന്ന് 2 ദിവസത്തിന് ശേഷമാണ് മനോരമയിൽ വാർത്ത വരുന്നത്. 6 ദിവസങ്ങൾക്ക് ശേഷമാണ് കോഴിക്കോട് നിന്ന് പ്രവർത്തിക്കുന്ന മാതൃഭൂമിയിൽ വാർത്ത വരുന്നത്. അങ്ങനെ ദൂരത്തിൻ്റെ സമയത്തിൻ്റെ ക്രമങ്ങൾ, അല്ലെങ്കിൽ ആ ദൂരവും സമയവും ഒക്കെ അതിൻ്റെ ദൈർഘ്യമൊക്കെ മാധ്യമങ്ങളുടെ പബ്ലിക്കേഷനെയും ബാധിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് തന്നെ ആണ് എവല്യൂഷൻ സംഭവിക്കുന്നത്. ഈ പത്രങ്ങളുടെ എല്ലാം പുറകിൽ വർക്ക് ചെയ്തിരുന്ന ആളുകൾ, മാധ്യമപ്രവർത്തകരായിരുന്ന ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകരും സാഹിത്യകാരന്മാരും കൂടിയായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, മാധ്യമപ്രവർത്തനം, എന്തിനാ ഈ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്? ജേർണലിസം എന്ന് പറയുന്നത് മറ്റേതൊരു തൊഴിലും പോലെ വെറും ശമ്പളം കിട്ടുന്ന തൊഴിലല്ലേ എന്ന് ഉള്ള കമൻസ് നമ്മൾ കാണാറുണ്ട്. എന്തിനീ രാഷ്ട്രീയ പ്രവർത്തനം പോലുള്ള ഒന്നാണോ മാധ്യമ പ്രവർത്തനം എന്നുള്ള ചോദ്യം നമ്മൾ ക്രിട്ടിക്കലായിട്ട് ഉന്നയിക്കപ്പെടാറുണ്ട്. ഇതിൻ്റെ ചരിത്രം ഇതായതുകൊണ്ടാണ് മാധ്യമപ്രവർത്തനം അതൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്നു, അതൊരു സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. മുന്നേറ്റങ്ങളുടെയും സമരത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗം അതിൻ്റെ ഒരു പങ്കുപറ്റുന്നതുകൊണ്ടും കൂടിയാണ് മാധ്യമപ്രവർത്തനം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യാനന്തരം മാധ്യമങ്ങളുടെ രീതിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പോൾ 60കളിലും 70കളിലും ഒക്കെ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ കൂടെ ചലിച്ചിരുന്ന ഒന്ന് തന്നെയാണ് കേരളത്തിലെ പത്രമാധ്യമങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ സ്വാതന്ത്ര്യാനന്തരം ഒരു കച്ചവട താല്പര്യങ്ങളിലേക്ക് കൂടി അത് പതുക്കെ മാറുന്നുണ്ട്. നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടും ലാഭം കിട്ടുന്ന ഒരു വ്യവസായമായിട്ടും ഇത് പരസ്പര പൂരകവുമാണ് ഒരർത്ഥത്തിൽ. പക്ഷേ അത് ഏതിന് പ്രാമുഖ്യം കിട്ടുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഏതിൻ്റെ വെയിറ്റേജ് എവിടെയാണ് കൂടുതൽ നിൽക്കുന്നതെന്ന് മനസ്സിലാവാൻ. പിന്നീട് പത്രങ്ങൾ പതുക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രസ് അക്കാഡമി പുറത്തിറക്കിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. 1947 മുതൽ 97 വരെയുള്ള ഒരു മാധ്യമ ചരിത്രത്തെ വിശകലനം ചെയ്തുകൊണ്ട് ഉള്ളൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആമുഖക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് EMS അതിൻ്റെ അവസാന പാരഗ്രാഫിൽ എഴുതിയിട്ടുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് വായിക്കാം. അത് പറയുന്നത് 97 വരെയുള്ള മാധ്യമങ്ങളെ കുറിച്ചിട്ടാണ്. ഇതിനൊരു സാംസ്കാരിക തലമുണ്ട്. മാധ്യമങ്ങളിൽ വരുന്ന കണ്ടൻറ്റ് സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, അതിൻ്റെ ഒരു സാംസ്കാരിക തലം എന്താണ് എന്ന് വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പത്രങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപജയത്തെ പറ്റിയിട്ട് പറയുന്നതാണ്. ഇതിൻ്റെ ഒരു ഫലം, അതായത് പത്രമാധ്യമങ്ങളുടെ ഉള്ളടക്കം സാംസ്കാരികമായി എങ്ങനെ ബാധിക്കുന്നു, അതിന് സംഭവിക്കുന്ന അപജയം എങ്ങനെയാണ് കൾച്ചറലി ബാധിക്കുക എന്നുള്ളത്, ഇതിൻ്റെ ഒരു ഫലം ജാതി മത വർഗീയ ചിന്തയും അന്ധവിശ്വാസങ്ങളും വർദ്ധിക്കുകയാണ്. അവയെ വർദ്ധിപ്പിക്കുന്നത് വഴി സ്വന്തം പത്രത്തിൻ്റെ പ്രചാരവും അതിലൂടെ പത്രനടത്തിപ്പിൽ നിന്നുള്ള ലാഭവും വർദ്ധിപ്പിക്കാൻ പത്രമുടമകളും പത്രാധിപന്മാരും മറ്റ് പത്രപ്രവർത്തകരും അന്യോന്യം മത്സരിച്ച് പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ ഫലമായി കേരളീയ ജനതയുടെ സാൻമാർഗിക നിലവാരം ക്രമേണ അധപ്പതിച്ചു വരികയാണ് എന്നാണ് EMS ആ 97 വരെയുള്ള പത്രപ്രവർത്തന ചരിത്രത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖമായിട്ട് പറയുന്നത്. അവിടെ നിന്ന് കാലം മുന്നിലേക്ക് പിന്നെയും വരുന്നു. 90കളിലാണ് ഇലക്ട്രോണിക് മീഡിയ ഇവിടെ വരുന്നത്. ദൂരദർശൻ ആദ്യം വരുന്നു. അതിനുശേഷം 95 ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ഇലക്ട്രോണിക് മീഡിയ വരുന്നു. പിന്നീട് സൂര്യ TV ഉണ്ടാവുന്നു, കൈരളി TV വരുന്നു, ഇന്ത്യ വിഷൻ വരുന്നു. ഇന്ത്യ വിഷൻ വരുന്നതോടുകൂടിയാണ്
ഇതിൻ്റെ ഒരു 24/7 ലൈവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് മലയാളത്തിലെ ഇലക്ട്രോണിക് മീഡിയ ടെലിവിഷൻ ചാനലുകൾ മാറുന്നത്. ഏഷ്യാനെറ്റും ദൂരദർശനും ഈവൻ കൈരളി ടി വിയുടെ തുടക്കകാലം വരെ പുലർത്തി പോന്നിരുന്ന ഒരു ഫിക്സഡ് പാറ്റേൺ ഉണ്ട്. അത് ഒരു പത്രത്തിൻ്റെ തുടർച്ച തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പത്രത്തിൽ ജോലി ചെയ്തിരുന്ന ആളുകളെ വെച്ചാണ് ഈ ഇലക്ട്രോണിക് മീഡിയയുടെ തുടക്കകാലം എന്നതുകൊണ്ട് തന്നെ പത്രത്തിന് പുലർത്തി പോന്നിരുന്ന ചില നിഷ്കർഷകളും ചില എന്ത് തരം കണ്ടന്റ് ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ധാരണകൾ പത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിരുന്നു. അത് ആദ്യകാലത്തെ ബുള്ളറ്റിനുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എല്ലാത്തരം റെപ്രസെൻറ്റേഷനും വരുന്ന രീതിയിൽ എല്ലാത്തരം മേഖലയിൽ, ഇപ്പോൾ ഇൻ്റർനാഷണൽ വാർത്തകൾ, നാഷണൽ വാർത്തകൾ, കേരള പൊളിറ്റിക്സ്, പിന്നെ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾ, വെതർ, അങ്ങനെ സെഗ്മെൻ്റ് ആയിട്ട് പത്രത്തിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണോ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ബുള്ളറ്റിനുകൾ രൂപപ്പെടുത്തിയിരുന്നത്. അതങ്ങനെ ഒരു 2000-2005 വരെയൊക്കെ തുടർന്നു പോരുന്നുണ്ട്. അതിൽ നിന്നുള്ളൊരു വ്യത്യാസമായിരുന്നു ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ചാനലിൻ്റെ 24/7 ലൈവ് എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ ലൈവ് കണ്ടിട്ടുള്ളത് ദൂരദർശനിലെ ചില റിപ്പോർട്ടിങ്ങുകളിൽ മാത്രമാണ്. അവിടെ നിന്ന് ജോൺ സാമുവലോ മറ്റാന്ന് തോന്നുന്നു, അവിടെ നിന്ന് സൈറ്റിൽ നിന്നിട്ട് ഡയറക്റ്റായിട്ട് ലൈവൊക്കെ കൊടുത്തിരുന്നത്. ഈ ലൈവ് ഇന്ത്യ വിഷൻ കൊണ്ടുവന്നതോടുകൂടി മാധ്യമങ്ങളുടെ ഒരു വിഷൻ അല്ലെങ്കിൽ ദൃശ്യഭാഷയിൽ ഒരു അട്ടിമറി സംഭവിക്കുന്നു എന്ന് തന്നെ പറയാം. മുൻപ് കുമാരനാശാൻ മരിച്ചപ്പോൾ 6 ദിവസം കഴിഞ്ഞിട്ട് മലയാളികൾ അറിഞ്ഞിരുന്ന സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ എന്താണോ റോട്ടിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നടക്കുന്നത് ആ സ്ഥലത്ത് നിന്നുള്ള ലൈവ് റിപ്പോർട്ടിംഗ് മലയാളികളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അത് ലോകത്ത് അതിനു മുമ്പേ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ അതിനു മുമ്പേ സംഭവിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഇന്ത്യ വിഷൻ്റെ വരവോട് കൂടിയിട്ടാണ് 24 മണിക്കൂറും വാർത്ത എന്നുള്ളത്. അന്ന് തൊട്ടേയുള്ള ഇപ്പോൾ ബിഗ് ടി വി വരെ എത്തി നിൽക്കുമ്പോഴും ഒരു ബിഗ് ടി വി തുടങ്ങാൻ പോകുമ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത്രയധികം വാർത്താ ചാനലുകളുടെ ആവശ്യം കേരളത്തിൽ ഉണ്ടോ എന്നുള്ളത് അന്ന് തൊട്ടേ തുടങ്ങിയ ചോദ്യമാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന വാർത്താ ചാനലുകളെല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ വാർത്തയുടെ ടൈം സ്പേസ് ഇവരെല്ലാവരും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനെല്ലാം പരസ്യം കിട്ടുന്നുണ്ട്. അത് പിന്നെയും വലിയ വ്യവസായ സംരംഭമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ മാറ്റം. അതായത് നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിന്ന് തുടങ്ങി വന്ന് ഇപ്പം നടക്കുന്ന കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് അതിനിടയിലാണ് ഡിജിറ്റൽ വിപ്ലവം സംഭവിക്കുന്നത്. ഡിജിറ്റൽ വിപ്ലവം സംഭവിച്ചതോടുകൂടി ടെലിവിഷൻ എന്ന് പറയുന്ന മാധ്യമത്തിൽ നിന്ന് ടെലിവിഷനിലെ കണ്ടൻറ്റും അല്ലാത്ത കണ്ടൻറ്റും ഒക്കെ ഡിജിറ്റലായി മാറുകയും പത്രമാധ്യമങ്ങൾ ഡിജിറ്റൽ മീഡിയയോട് മത്സരിക്കുകയും വെബ്സൈറ്റുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് സോഷ്യൽ മീഡിയയുടെ വരവ്. അതോടുകൂടി നമ്മുടെ കയ്യിലെല്ലാം ഇൻ്റർനെറ്റ് വിപ്ലവവും കൂടെ വന്നപ്പോൾ ഫോണിൽ വാർത്തകൾ അറിയാനും ദൃശ്യങ്ങൾ കാണാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടായതോടുകൂടി നേരത്തെ അട്ടിമറിക്കപ്പെട്ടുവെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കലക്കവെള്ളം പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒന്നായിട്ട് ഒരു കുത്തൊഴുക്ക് മാതിരിയാണ്, ഒരു ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചതുപോലെ ഇങ്ങനെ വരുന്ന ഒരു രീതിയിലേക്ക് മാധ്യമങ്ങളുടെ കൾച്ചറും അതിൻ്റെ ഒരു വർത്തമാന കാലം മാറിയിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കലങ്ങിത്തെളിയും എന്ന പ്രതീക്ഷകളുണ്ട്. ഇപ്പോൾ ഈ മാറ്റം ഇപ്പോൾ ഈ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഡിജിറ്റൽ മീഡിയയും ടെലിവിഷൻ മീഡിയയും പത്രമാധ്യമങ്ങളും എല്ലാം കൂടെ നടത്തിയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകൊണ്ടോ 1.25 നൂറ്റാണ്ടുകൊണ്ടോ ഉണ്ടായ മാറ്റമല്ല. അതിൽ നിന്നും ഏറ്റവും സ്പീഡിയായിട്ടും അതിൽ നിന്നും ഈ പറഞ്ഞ മൂല്യബോധത്തെയോ ധാർമ്മിക ബോധത്തെയോ വാർത്ത എന്ന് പറയുന്ന കൺസെപ്റ്റിനെയോ എല്ലാത്തിനെയും റീഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ, അത് നല്ലതോ ചീത്തയോ എന്നുള്ളത് അടുത്ത ചർച്ചയാണ്, കൃത്യമായും റീഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ ഒരു വലിയ മാറ്റം ഈ മാധ്യമ രംഗത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ ഞാനൊന്ന് ചുരുക്കി പറഞ്ഞതാണ്. ഇതാണ് ഈ ഒരു നൂറ്റാണ്ട് 180 വർഷമാവുന്നു. അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അതിനെ രാഷ്ട്രീയമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സ്വദേശാഭിമാനിക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ വക്കം മൗലവിക്കും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയ്ക്കും ഉണ്ടായിരുന്ന എഡിറ്റോറിയൽ കമാൻഡ് അല്ലെങ്കിൽ എഡിറ്റോറിയൽ ധൈര്യം ഇന്നത്തെ പത്രമാധ്യമങ്ങൾക്കും എഡിറ്റേഴ്സിനും മൂലധനത്തിനും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് തന്നെയായിരിക്കും ചർച്ച എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ 3 വർഷമായി VMFT ആക്ച്വലി സ്വദേശാഭിമാനിയെ പത്രത്തിനെ ഡിജിറ്റൈസ് ചെയ്യുകയാണ്. ഞാനും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എന്നെ
എല്ലാ ഇഷ്യൂസും ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ പത്രം മലയാളത്തിൽ മാത്രമല്ല നമ്മൾ ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനത്തെ ഒരു ഡിജിറ്റൽ ആർക്കൈവ് വേറെ മലയാള പത്രത്തിന് ഒരു പത്രത്തിനും ഇല്ല. എന്നിട്ട് പത്രം വായിക്കണമെങ്കിൽ എല്ലാവർക്കും ഡിജിറ്റൽ ആർക്കൈവിൽ പോകാം, www.swadeshabhimani.com, ആൻഡ് അത് സന്ദർശിച്ചാൽ എല്ലാ ആർട്ടിക്കിൾസും ഇംഗ്ലീഷിലും മലയാളത്തിലും കിട്ടും. ചില ചെറിയ ആർട്ടിക്കിൾസ് ചിലപ്പം ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണില്ല, പക്ഷെ പ്രധാനപ്പെട്ട എല്ലാ ആർട്ടിക്കിൾസും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്ന സ്വദേശാഭിമാനിയുടെ ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു ആ സമയത്ത്. പക്ഷേ നമുക്ക് യഥാർത്ഥത്തിൽ സ്വദേശാഭിമാനിയുടെ ഓപ്പറേഷണൽ ആസ്പെക്ട്സ് ഇപ്പോഴും മനസ്സിലാകില്ല. എന്നുവെച്ചാൽ എങ്ങനെയാണ് അത് നടത്തിയത്. സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു, എത്ര സബ്സ്ക്രൈബേഴ്സ് അതറിയില്ല. ചില പരസ്യങ്ങൾ കാണാം പത്രത്തിൽ, പക്ഷേ എനിക്ക് തോന്നില്ല അധികം അതിൽ നിന്ന് വരുമാനം കിട്ടുമായിരുന്നെന്ന്. സ്വദേശാഭിമാനി പ്രസ് ഗവൺമെൻറ് പബ്ലിക്കേഷൻസ് ഒന്നും അച്ചടിച്ചിരുന്നില്ല. അന്നത്തെ കാലത്ത് പല പ്രസ്സസും അവരുടെ വരുമാനം ഈ ടെക്സ്റ്റ് ബുക്സോ ഗവൺമെൻറ് പബ്ലിക്കേഷൻസൊക്കെ പബ്ലിഷ് ചെയ്തിട്ടാണ്. അങ്ങനെ അല്ലായിരുന്നു സ്വദേശാഭിമാനി പ്രസ്. അതുകൊണ്ട് അത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു. വക്കം മൗലവി ഇത് തുടങ്ങിയപ്പോൾ ആദ്യം 5 തെങ്ങിലാണ് സ്ഥാപിച്ചത്. അതൊരു ചെറിയ ഒരു പോർട്ട് സിറ്റി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വക്കത്തിലേക്ക് മാറ്റി, പിന്നെ തിരുവനന്തപുരത്തിലേക്ക് മാറ്റി. സ്വദേശാഭിമാനി റോയിട്ടേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തു. അത് ആദ്യത്തെ മലയാളം പത്രമായിരുന്നു ഇങ്ങനത്തെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ. ആക്ച്വലി ഇന്ത്യയിൽ തന്നെ 1890s ഫസ്റ്റ് ന്യൂസ് പേപ്പർ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂസ് പേപ്പർ റോയിട്ടേഴ്സിന് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ സ്വദേശാഭിമാനി ഒരു ഫ്യൂ ഇയേഴ്സ് കഴിഞ്ഞിട്ട് തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്തു. പക്ഷേ എന്തൊക്കെ ആയിരിക്കും വക്കം മൗലവിയും രാമകൃഷ്ണപിള്ളയും ഫേസ് ചെയ്തത്. ഈ പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ചാലഞ്ചസിനെ പറ്റി വക്കം മൗലവി ആലോചിച്ച് കാണും. ഓക്കെ, നമുക്കിപ്പോൾ ചോദിക്കാം, 5 തെങ്ങിലും വക്കത്തിലും സ്കിൽഡ് പ്രിൻറ്റിംഗ് വർക്കേഴ്സ് ഉണ്ടായിരുന്നു. ഈ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ ആക്ച്വലി ഉണ്ടായിരുന്നു. ന്യൂസ് പ്രിൻ്റ് എവിടെ നിന്ന് കൊണ്ടുവന്നു, ന്യൂസ് എങ്ങനെ കളക്ട് ചെയ്തു, പത്രം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ആരായിരുന്നു പത്രത്തിൻ്റെ വായനക്കാർ, ഇതിനെ പറ്റിയൊക്കെ നമുക്കൊരു അധികം ഇൻഫർമേഷൻ ഇല്ല. ആരും അത്ര റിസർച്ചും ചെയ്തിട്ടില്ല. പക്ഷേ അവർ ആലോചിച്ച് കാണണം, അവർ ആ ചാലഞ്ചസൊക്കെ ഓവർകം ചെയ്ത് കാണണം. അപ്പം അന്നത്തെ സാഹചര്യത്തിൽ പ്രധാന ഗതാഗതം ട്രാൻസ്പോർട്ട് ബുള്ളറ്റ് കാർട്ടും ബോട്ടുമായിരുന്നു, വള്ളവും കളവണ്ടിയും. ഇങ്ങനത്തെ ഒരു പത്രത്തിൽ നിന്ന് ഇറക്കുക, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അതൊരു വലിയൊരു നേട്ടമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ സ്വതന്ത്ര ന്യൂസ് മീഡിയ ചാനൽസും പത്രപ്രവർത്തകരും ഇതേ തരത്തിലുള്ള ഇക്കണോമിക് ചാലഞ്ചസും മറ്റു പ്രയാസങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മനില, നിങ്ങൾ ഒരു ട്രഡീഷണൽ മീഡിയ ഹൗസിൽ നിന്ന് ജോലി ചെയ്തിട്ട് ഒരു വലിയ റിസ്ക് എടുത്തിട്ട് സ്വന്തം ന്യൂ മീഡിയ വെബ്സൈറ്റ് തുടങ്ങാൻ നിശ്ചയിച്ചു. അതിലേക്കുള്ള മനിലയുടെ യാത്രയെക്കുറിച്ചൊന്ന് പറയാമോ? യഥാർത്ഥത്തിൽ എന്തായിരുന്നു പ്രശ്നങ്ങൾ, എന്തായിരുന്നു സക്സസ്സസ്, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, എന്നിട്ട് സ്വദേശാഭിമാനിയുടെ ജേർണിയും മനിലയുടെ ജേർണിയും എന്തെങ്കിലും എക്വിവലൻസ് ഉണ്ടോ? അങ്ങനെ ഒരു കമ്പാരിസണൊന്നും ഒരു തരത്തിലും നമ്മൾ അർഹിക്കുന്നില്ല എന്നെനിക്കറിയാം. പക്ഷേ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയത്, അന്ന് കാലത്ത് റോയിറ്റേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു വിഷണറിയുടെ ഒരു ഗംഭീരമായൊരു ഉൾക്കാഴ്ച എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതേ.
അതൊരു വലിയ എനിക്ക് ആദ്യത്തെ അറിവായിരുന്നു. അന്ന് റോയിറ്റേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. എനിക്ക് റോയിറ്റേഴ്സിനോട് കൗതുകം തോന്നാൻ കാരണം ഞാൻ കൈരളി ടി വിയിലാണ് എൻ്റെ കരിയർ തുടങ്ങിയത്. അന്ന് എൻ്റെ ആദ്യത്തെ ജോലി റോയിറ്റേഴ്സിൻ്റെ വിഷ്വൽസ് ഇങ്ങനെ ഇരുന്ന് ആദ്യത്തെ 1 വർഷത്തോളം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് റോയിറ്റർ വിഷ്വൽസ് ടേപ്പിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആത്മബന്ധമുണ്ട് റോയിറ്റേഴ്സിൻ്റെ അടുത്ത്. ഞാൻ മാതൃഭൂമി ആഴ്ച പതിപ്പിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇത് ട്രൂ കോപ്പി തിങ്ക് തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേ വരെ. അവിടെ നിന്ന് പോരാനുണ്ടായ ഒരു കാരണം തീർച്ചയായും പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ട് തന്നെ പോകുന്നതാണ്. മീശ എന്ന് പറയുന്ന എസ് ഹരീഷിൻ്റെ ഒരു നോവൽ പബ്ലിഷ് ചെയ്തതുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റുമായിട്ട് അന്ന് എഡിറ്റോറിയൽ ബോർഡിനുണ്ടായിരുന്ന ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനും അന്നത് പ്രസിദ്ധീകരിച്ച ഹരീഷിന് അത് 4ാമത്തെ ലക്കത്തിൽ അത് പിൻവലിക്കേണ്ടി വരികയും, പിൻവലിക്കാനുള്ളൊരു കാരണം റൈറ്റ് വിങ് ഫ്രിഞ്ച് എലമെൻറ്റ്സ് ഗ്രൂപ്പിൽ നിന്നുണ്ടായ വ്യാപകമായിട്ടുള്ള അറ്റാക്കും ഉണ്ടായിരുന്നു. അതൊരു വധഭീഷണിയിലേക്കും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഉള്ള ഭീഷണി, അങ്ങനെ കുട്ടികളെ വെച്ചിട്ടുള്ള ഭീഷണിയൊക്കെ നേരിട്ട് അനുഭവിക്കുകയും നമ്മുടെ ഓഫീസിലേക്കൊക്കെ നമ്മൾ ഇന്നിപ്പോൾ ഡിജിറ്റൽ മീഡിയയുടെ താഴെ വരുന്ന കമൻസ് മാതിരി അന്ന് ഫോൺ ചെയ്തുകൊണ്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്റോറിയൽ ബോർഡിനെയും നമ്മളെയൊക്കെ പേഴ്സണലിയും പത്രത്തിലിരുന്നിരുന്ന ടോപ്പ് ടു ബോട്ടം ആളുകളെ, അവിടെ ഇരിക്കുന്ന ഏറ്റവും ആദ്യം ഫോൺ എടുക്കേണ്ടി വരുന്ന സെക്യൂരിറ്റിയെ വഴി നിരന്തര അബ്യൂസ് ചെയ്തുകൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയ അറ്റാക്കിൻ്റെ ഭാഗമായിട്ടാണ് ഹരീഷാണത് പിൻവലിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ മാനേജ്മെൻറ്റ് ഇത് പിൻവലിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. എഡിറ്റോറിയൽ ബോർഡ് അതിന് തയ്യാറായിരുന്നില്ല. നമ്മളത് പിൻവലിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടെടുത്തു. പക്ഷേ ഹരീഷ് പിൻവലിച്ചതിന് ശേഷം പിന്നെ ഓതറുടെ ഒരു തീരുമാനം എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി. പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ പേരിലും ഈ ഒരു പ്രഷറിൻ്റെ പേരിലും എഡിറ്ററെ മാറ്റാൻ തീരുമാനിച്ചപ്പോഴാണ്, എഡിറ്ററെ ആ സ്ഥാനത്ത് നിന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്റർ എന്നുള്ള രീതിയിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ എഡിറ്റോറിയൽ ബോർഡ് മെമ്പേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് റിസൈൻ ചെയ്യാൻ തീരുമാനിക്കുക ചെയ്തത്. ആ റിസൈൻ ചെയ്യുന്ന സമയത്ത് മുന്നിലേക്ക് എന്ത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. വേറൊരു സ്ഥലത്ത് ജോലിയോ ആരോടെങ്കിലും പറഞ്ഞു വയ്ക്കുകയോ പോലും ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു ലൈനിൽ തന്നെ ഇറങ്ങിയതാണ്. പക്ഷെ അതിന് ശേഷം ഞാൻ ഡൂൾ ന്യൂസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഇറങ്ങിയതിന് ശേഷം അവരെന്നെ വിളിക്കുകയും ഒരു 7-8 മാസം അവിടെ ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്തുള്ള നമ്മളുടെ ചർച്ചകളിലാണ്, ഒരു സൗഹൃദ കൂട്ടായ്മയിൽ നിന്നാണ് നമ്മളിനി എന്ത് ചെയ്യും എന്നുള്ളൊരു ആലോചനകൾ വരികയും ഫ്യൂച്ചർ ഈസ് ഡിജിറ്റൽ എന്നുള്ള, അന്ന് ഡിജിറ്റൽ മീഡിയ അധികം പഴയ കാലത്തൊന്നുമല്ല കേട്ടോ, 2008-ലാണ്. പക്ഷേ ഇതുപോലെ ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് മീഡിയ ഹൗസസ് അത്രയ്ക്ക് വരുന്നേ ഉള്ളൂ. പലതും ഉണ്ട്, നിറയെ വരികയും തുടങ്ങുകയും പൂട്ടിപ്പോവുകയൊക്കെ ചെയ്ത ഉദാഹരണങ്ങൾ മുന്നിലുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ചു നമ്മളുടെ അത്രയും കാലത്ത് ഒരു മാഗസിൻ ജേർണലിസത്തിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം വെച്ച് ഡിജിറ്റൽ മീഡിയയിൽ ഒരു മാഗസിൻ ടൈപ്പ് സംഗതി തുടങ്ങാം, ന്യൂസ് ചെയ്യണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു. കാരണം അത്ര ന്യൂമറസ് ആയിട്ടുള്ള ന്യൂസ് പോർട്ടൽസ് ഉള്ളപ്പോൾ ഇനി നമ്മളും കൂടി ന്യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വരണ്ട. അതുമാത്രമല്ല, ന്യൂസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അത്രയും ഒന്നും ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടാനും പോകുന്നില്ല. നമുക്ക് ചെയ്യാൻ ഓരോ സ്ഥലത്ത് റിപ്പോർട്ടറെ വയ്ക്കുക, ന്യൂസ് ഗ്യാദർ ചെയ്ത് കൊണ്ടുവരിക, അത് നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഒരു മാഗസിൻ ഫോർമാറ്റിൽ ഉള്ളൊരു കണ്ടൻറ്റ് മാഗസിൻ ഉണ്ടാക്കാൻ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒരു ആഴ്ചയിൽ പബ്ലിഷ് ചെയ്യുന്ന ഒരു മാഗസിൻ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ കൊണ്ടുവരാം, അതിന് ഓഡിയൻസ് ഉണ്ടാവും എന്നുള്ളൊരു ധാരണയിലാണ് നമ്മളത് ചെയ്തത്. അതിനെ പറ്റിയുള്ള ആലോചനകൾ, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ഒക്കെ വന്ന് അതിനെ മാർക്കറ്റ് ചെയ്യാൻ ഒരു വഴി വേണമല്ലോ. അപ്പം നമ്മളൊരു വെബ്സൈറ്റ് ഓഫ് കോഴ്സ് ഉണ്ടായേ പറ്റൂ. ആ സത്യത്തിൽ ട്രൂ കോപ്പി വെബ്സൈറ്റിനെ മാർക്കറ്റ് ചെയ്യാൻ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലാണ്. മറ്റേത് ആപ്പ് ഫോർമാറ്റിലായിരുന്നു ചിന്തിച്ചിരുന്നത്. ട്രൂ കോപ്പി തിങ്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയും ആ ചിന്തകൾ വലുതായപ്പോഴാണ് അതിനകത്ത് വീഡിയോ സാധ്യതകളുണ്ടല്ലോ, നമുക്ക് എന്തുകൊണ്ട് വീഡിയോ സ്റ്റോറീസ് ചെയ്തുകൂടാ, എന്തുകൊണ്ട് പോഡ്കാസ്റ്റ് ഓഡിയോ ചെയ്തുകൂടാ എന്നൊക്കെയുള്ള രീതിയിലാണ് ട്രൂ കോപ്പി തിങ്ക് എന്ന് പറയുന്ന വെബ്സൈറ്റ് അത് കുറച്ചുകൂടി വിപുലമാവുകയും അതിലേക്ക് നമുക്ക് കണ്ടൻറ്റ് കൂടുതൽ മാഗസിൻ ഫോർമാറ്റിലല്ലാത്ത കണ്ടൻറ്റ് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഇറങ്ങുന്നൊരു തീമാറ്റിക് ആയിട്ടുള്ളൊരു വെബ്സീനും അതിൻ്റെ കൂടെ എല്ലാ ഡിജിറ്റൽ മൾട്ടിമീഡിയ ഫോർമാറ്റിലും ഉള്ള കണ്ടൻറ്റും എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ ആലോചിക്കുന്നത്. നമ്മൾ ആദ്യം തീരുമാനിച്ചൊന്ന് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ സോഴ്സ് ഓഫ് ഇൻകം ഇല്ല ബേസിക്കലി. പിന്നെയുള്ളത്
ആളുകൾ നമ്മളുടെ കണ്ടന്റ് പണം കൊടുത്ത് വാങ്ങി വായിക്കണം എന്നുള്ള നമ്മുടെ കണ്ടന്റിലുള്ള നമ്മുടെ വിശ്വാസം കൂടിയിട്ടാണ് അങ്ങനെ ഒരു ഫോർമാറ്റ് നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം. മലയാളത്തിലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലുള്ള ഒരുമാതിരി എല്ലാം ഇപ്പം ലെഗസി മീഡിയയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെല്ലാം ഫ്രീ തന്നെയാണ്. ഇപ്പോഴാണ് മാതൃഭൂമിയും മനോരമയും ഒക്കെ പ്രീമിയം കണ്ടന്റ് സബ്സ്ക്രൈബേഴ്സിനെ വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ ആ സമയത്ത് എല്ലാ കണ്ടന്റും ഫ്രീ ആയിരുന്നു. അപ്പം അങ്ങനെ ഫ്രീ എൻവയൺമെൻറ്റിനകത്ത് നമ്മളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വരുമ്പോൾ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് നമുക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല അന്നത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള അഡ്വൈസസ് എല്ലാം എന്തായിരുന്നു എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കണ്ടന്റ് ആയിരിക്കണം. ലോങ് ഫോം നറേറ്റീവിൽ ഇതിനകത്ത് സ്കോപ്പില്ല. എല്ലാവരും പെട്ടെന്ന് വായിച്ചു പോകുന്ന സംഗതി. വീഡിയോ ആണെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും ആർട്ടിക്കിൾസ് ആണെങ്കിലും ഒക്കെ ലോങ് ഫോർമാറ്റിൽ ഷോർട്ട് ഫോർമാറ്റിലായിരിക്കണം എന്നുള്ളൊരു അഡ്വൈസ് കിട്ടിയിരുന്നു. പക്ഷേ അതിലും നമുക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു. അത് ലോങ് ഫോം നറേറ്റീവിലുള്ള സംഗതികളെ സമഗ്രമായി സമീപിക്കുന്ന ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം വീഡിയോ ആയാലും ടെക്സ്റ്റ് ആയാലും ഒക്കെ കൊടുക്കേണ്ടതെന്നുള്ള. വാർത്ത ചെയ്യേണ്ടെന്നും നമ്മൾ തീരുമാനിച്ചിരുന്നു. റിസപ്ഷൻ ഭയങ്കര ഗംഭീരമായിട്ട് തന്നെയാണ് നമ്മൾ തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നത്. 2020 ഏപ്രിൽ 8-നാണ് നമ്മൾ ആദ്യം ലോഞ്ച് ചെയ്യുന്നത്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ടെക്നിക്കലായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ കൊണ്ടും അങ്ങനെ മലയാളത്തിൽ ഒരു പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു കൾച്ചർ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടും ഒക്കെ ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അവിടെ നിന്ന് ഒരു വലിയ രീതിയിലേക്ക് കൊണ്ടുവരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറഞ്ഞാൽ ഒരു വലിയ കാലക്രമത്തിൽ ഉണ്ടാവേണ്ട ഒരു വലിപ്പം ഉണ്ടല്ലോ, അതുണ്ടായിട്ടില്ല എന്ന് പറയണം. അതിൻ്റെ വളർച്ചയുടെ പേസ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. അത് ഡിജിറ്റൽ മീഡിയ മൊത്തം നേരിടുന്ന ഒരു സംഗതിയും കൂടെ ആണെന്ന് തോന്നുന്നു. നേരെ മറിച്ച് ഫ്രീ കണ്ടന്റിന് നിറയെ സബ്സ്ക്രൈബേഴ്സും ഈ യൂട്യൂബിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുകയും അത് വരുമാനം ഉണ്ടാക്കി തരികയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ മോഡൽ എത്രത്തോളം സക്സസ്ഫുൾ ആണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ വലിയ സക്സസ് ആയൊരു സ്റ്റോറി അല്ല എനിക്ക് പറയാനുള്ളത്. പക്ഷേ നമ്മൾ മുന്നോട്ട് നമ്മളുടെ നിലപാടുകളിൽ ഉറച്ചുകൊണ്ടും കോംപ്രമൈസ് ചെയ്യാതെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെയും കീഴിൽ വരാതെയും നമ്മൾ എന്തിനൊക്കെ വേണ്ടി ഈ പത്രപ്രവർത്തനം തുടരുന്നു എന്നുള്ളതിനെ ഒരു തരത്തിലുള്ള കോംപ്രമൈസിലേക്കും പോവാതെ, അതിൻ്റെ കണ്ടന്റിലൊരു തരത്തിലും കോംപ്രമൈസിൽ പോവാതെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതിൻ്റേതായിട്ടുള്ള സെറ്റ് ബാക്സ് ഉണ്ട്. നമ്മളൊരു ഗ്രൂപ്പിൻ്റെയും കൂടെ നിൽക്കാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഒരേ സമയത്ത് എല്ലാ വിഭാഗത്തിൽ നിന്നും നിരന്തരം അറ്റാക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഹാപ്പിയാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്ട്രഗിൾസ് ഉണ്ട്, ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ചെയ്യുന്ന ജോലിയിൽ വളരെ കൃത്യമായിട്ട് നന്നായി പോകുന്നുണ്ട് ആ അർത്ഥത്തിൽ. മനില, ഇപ്പോൾ സാജിദ പറഞ്ഞ പോലെ സ്വദേശാഭിമാനിയുടെ കാലത്തെ പോലെ വില്ലുവണ്ടിയിൽ കൊണ്ടുപോകണ്ട അങ്ങനത്തെ വലിയ ഇപ്പോൾ പൊതുജനത്തിന് പൊതുവെ തോന്നുന്നത് ന്യൂ മീഡിയ ജേർണലിസം വളരെ എളുപ്പമാണ്. ഒരു ഫോൺ മതി, ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ മതി, നമുക്ക് എന്തും കൊണ്ടുപോകാം. എത്രത്തോളം മുതൽ മുടക്ക് ഇതിനും ആവശ്യമുണ്ടോ? അത് ഒരു പത്രത്തിൻ്റെ അത്രയും വേണ്ടി വരില്ലല്ലോ. എങ്ങനെയാണ് അത്, എത്രത്തോളം മുതൽ മുടക്ക് ഇതിന് ആവശ്യം വേണ്ടി വരും? അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് തരത്തിലുള്ള കണ്ടന്റാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും അതിൻ്റെ മുതൽ മുടക്ക്. ഓഫ് കോഴ്സ് ഇതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് വിലപിടിപ്പുള്ളത് തന്നെയാണ്. നമ്മളതിൻ്റെ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് തൊട്ടിട്ട് അതിനെ ഓരോ വർഷവും അപ്ഗ്രേഡ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തു പോവുക എന്നുള്ളത് വളരെ സാമ്പത്തിക ചെലവുള്ള കാര്യം തന്നെയാണ്. ഒപ്പം സംഭവം സത്യം, നമ്മൾ ന്യൂസ് ചെയ്യാത്തത് കൊണ്ട് ഒരു വലിയ ആൾക്കാരുടെ ആവശ്യമില്ല. എല്ലാ സ്ഥലത്തും റിപ്പോർട്ടേഴ്സ്, നമ്മുടെ കൈൻഡ് ഓഫ് ജേർണലിസം അതല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. നേരെ മറിച്ച് ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം ചെയ്യുന്ന മറ്റ് വെബ്സൈറ്റുകളുണ്ടല്ലോ, ഇപ്പോൾ വയർ പോലുള്ള, ന്യൂസ് മിനിറ്റ് പോലുള്ള, സ്ക്രോള്, പ്രിൻ്റ്, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അവരുടെയൊക്കെ എഡിറ്റോറിയൽ ടീം എന്ന് പറയുന്നത് വലിയതാണ്. 400-500 ആളുകളൊക്കെ ഒരു മെയിൻ സ്ട്രീം മീഡിയ എത്രത്തോളം ആളുകളെ ഹോൾഡ് ചെയ്യുന്നുണ്ടോ അത്രയും വലിപ്പമുള്ള ഇത് തന്നെയാണ്. അതിൻ്റെ മൂലധന നിക്ഷേപം എന്ന് പറയുന്നത്, അതിൻ്റെ ചിലവെന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ജേർണലിസത്തിൻ്റെ ഒരു സ്വഭാവം മാഗസിൻ ജേർണലിസം ആയതുകൊണ്ടും കണ്ടൻറ്റിൻ്റെ എണ്ണം ഒരു ദിവസം ഒരു 5-6 കണ്ടൻറ്റ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടും അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷെ നമ്മൾ പുറത്തുള്ള ഓതേഴ്സ് ഉണ്ട്. അപ്പോൾ ചിലവ് എന്ന് പറയുന്നത്, ഞാൻ അതിൻ്റെ നമ്പേഴ്സിലേക്കൊന്നും പോകുന്നില്ല, മറ്റ് വലിയ മാധ്യമങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ടൈപ്പ് ഓഫ് ജേർണലിസം ചെയ്യുന്ന ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് താരതമ്യേന കുറവാണ്.
പക്ഷേ അത് അഫോർഡ് ചെയ്യാൻ പോലും നമുക്ക് ഉള്ള വരുമാനം ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. നമ്മൾ സബ്സ്ക്രിപ്ഷനും ഓൺലൈൻ റവന്യൂവും ഒക്കെ വെച്ചിട്ടാണ് നമ്മളുടെ ഇത് പോകുന്നത്. ഇതിൻ്റെ ഒരു ചിലവ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ സത്യത്തിൽ വലിയ, അതുകൊണ്ടാണ് ഈ പറയുന്ന വയറ് ഒക്കെ അവർ വർക്ക് ചെയ്യുന്നത് ഒരു ഡ്യുവൽ എൻജിൻ മോഡലില്ല. അതാണ് ഒരു ഉദാഹരണം പറയാവുന്ന ഒരു സംഗതി. അവരുടെ ഒരു സെക്ഷൻ 8 ചാരിറ്റബിൾ കമ്പനിയായിട്ടും നിലനിൽക്കുന്നുണ്ട്, ഒപ്പം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ടും. പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ പബ്ലിക് ലിമിറ്റഡ് ആണോ എന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. ഇങ്ങനെ 2 ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് അത് നടന്നു പോകുന്നത്. ഈ ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം ഇന്ത്യയിൽ ചെയ്യുന്ന എല്ലാ മാധ്യമങ്ങളെടുത്താലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവരാരും ലാഭമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സന്തോഷകരമായിട്ട് അല്ലെങ്കിൽ വേറൊന്നും ആലോചിക്കാതെ മൂലധനത്തെപ്പറ്റി ചിന്തിക്കാതെ പണിയെടുക്കുന്ന ജേർണലിസ്റ്റുകൾ വളരെ കുറവാണ്. ഇവരുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഏതെങ്കിലും ഒരു ലെഗസി മീഡിയയിൽ നിന്ന് ഒരു ഘട്ടത്തിൽ ഇറങ്ങിപ്പോന്നിട്ട് ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം ഓൺലൈനിൽ ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുമ്പുണ്ടായിരുന്ന മീഡിയയിൽ നമുക്ക് കണ്ടന്റിനെ പറ്റി മാത്രം ആലോചിച്ചാൽ മതിയായിരുന്നു. ഇപ്പം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഫിനാൻഷ്യൽ സൈഡും ഇതിൻ്റെ മാനേജീരിയൽ സൈഡും ഒക്കെ ഈ പറയുന്ന ജേർണലിസ്റ്റുകൾ ഓൺ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ജേർണലിസ്റ്റുകൾ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതൊന്നും ഭയങ്കര ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആവുകയൊന്നും ചെയ്തില്ല. പിന്നെ ഒന്നുള്ളത്, ഓൺലൈൻ മീഡിയയ്ക്ക് പരസ്യം എന്ന് പറയുന്നത് വലിയ ഒരു സ്ട്രഗിളാണ്. സർക്കാർ പരസ്യങ്ങൾ കിട്ടില്ല. സർക്കാർ പരസ്യങ്ങളുടെ ഒരു PRD ലിസ്റ്റിൽ ഇന്ന് വരെ ഓൺലൈൻ മീഡിയ വന്നിട്ടില്ല, ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടേ ഇല്ല, ഒരു പരസ്യവും കിട്ടില്ല. പ്ലസ് പരസ്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വയം അവർക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ സ്വന്തമായിട്ട് പരസ്യം ചെയ്യാനുള്ള സൗകര്യം നിലനിൽക്കുന്നത് കൊണ്ട് ഒരു മീഡിയയെ പരസ്യത്തിന് വേണ്ടി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല, വളരെ കുറച്ചേ ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പരസ്യം ഇവർക്ക് ഈ ഇൻഡിപെൻഡൻറ്റ് മീഡിയയ്ക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ നമ്മൾ മെയിൻ സ്ട്രീം മീഡിയയുടെ ലെഗസി മീഡിയയുടെ ഓൺലൈൻ സൈറ്റുകൾ നോക്കിയാൽ നിറയെ പരസ്യം കാണാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ലെഗസി മീഡിയയ്ക്ക് കിട്ടുന്ന പരസ്യത്തിൻ്റെ ഒരു ഷെയർ ഓൺലൈനിലേക്കും അതൊരു മൊത്തത്തിലുള്ളൊരു പാക്കേജ് ആയതുകൊണ്ട് അതിലേക്ക് വരുന്നുണ്ട്. അതുകൂടാതെ ഇവർക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് മാർക്കറ്റിംഗ് വിങ് ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. നമ്മളെപ്പോലുള്ള ഇൻഡിപെൻഡൻറ്റ് സ്ഥാപനങ്ങൾക്ക് ഒരു വലിയ മാർക്കറ്റിംഗ് വിങ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് ഇമ്പോസിബിൾ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും ആളുകളെ അഫോർഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കാര്യം കൊണ്ട്. മൂന്നാമത്തെ കാര്യം, അല്ലാതെ നിൽക്കുന്ന ഇൻഡിപെൻഡൻറ്റ് മീഡിയയിലെ അനലിറ്റിക്സിനാണ് പ്രാധാന്യം. അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയിൽ പരസ്യദാതാക്കൾ നോക്കുന്നത് കഴിഞ്ഞ മാസം എത്ര അനലിറ്റിക്സ് എങ്ങനെയാണ്, എത്രത്തോളം റീച്ച് ഉണ്ട്, എത്രത്തോളം. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരുടെ അനലിറ്റിക്സ് ഒരു സൈഡിലും, അതല്ലാത്ത ആളുകളുടെ മീഡിയ ജേർണലിസം ചെയ്യാത്ത എല്ലാവരും ഇവിടെ ഒരേ എൻവയൺമെൻറ്റിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഈവൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒറ്റയാൾ ഇൻഫ്ലുവൻസേഴ്സിനുള്ള അനലിറ്റിക്സ് പോലും അവർക്ക് കിട്ടുന്ന നമ്പേഴ്സ് പോലും ഒരു പക്ഷേ ഈ പ്രിൻറ്റിനോ വയറിനോ ട്രൂ കോപ്പി തിങ്കിനോ ഒന്നും കിട്ടില്ല. അപ്പോൾ ഒരു പരസ്യദാതാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഓൺലൈൻ മീഡിയയാണ്. അവരിത് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ചെറുതായിരിക്കും. ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെയൊക്കെ അനലിറ്റിക്സ്, അതിലും മാർക്കറ്റിംഗ് വിങ്ങിനെ സംബന്ധിച്ച് ഇവർ ജേർണലിസം ചെയ്യുന്നുണ്ടോ, ഇൻഫ്ലുവൻഷ്യൽ ആണോ, ഒപ്പീനിയൻ മേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നുമല്ല വിഷയം. അതിൻ്റെ അനലിറ്റിക്സ് എത്രത്തോളം വലുതാണ്, എത്രത്തോളം. അപ്പോൾ ആ രീതിയിലും പരസ്യം കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെയുള്ളത് സബ്സ്ക്രിപ്ഷനാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രിപ്ഷൻ നല്ല മോഡലാണ് സത്യത്തിൽ. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു സക്സസ്ഫുൾ രീതിയിലേക്ക് അത് പൂർണ്ണ ഒരു വളർച്ചയിലേക്ക് വന്നിട്ടില്ല എന്നാണ് നമ്മളുടെ ഒരു അനുഭവം. പക്ഷെ എങ്കിൽ പോലും ഈ പറയുന്നത് പോലെ ഭാവിയിൽ അത് ആ രീതിയിലേക്ക് വരികയും നമുക്ക് നമ്മളുടെ കണ്ടന്റ് കൊണ്ട് തന്നെ നിലനിൽക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ ന്യൂ മീഡിയ ലോകത്ത് വാർത്തകളുടെ ഒരു ഒഴുക്കാണ്, അത് മനില പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒഴുക്ക് എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നത്, അതിനെപ്പറ്റിയാണ് ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ഇതിൽ ടെക്നോളജി, അൽഗോരിതം തുടങ്ങിയവ വഹിക്കുന്ന പങ്ക് എന്താണ്? അൽഗോരിതമിക് കൺട്രോൾ എന്ന് വെച്ചാൽ ആക്ച്വലി യഥാർത്ഥത്തിൽ എന്താണ്? സാധാരണക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിലൊന്ന് പറഞ്ഞു തരണം. പക്ഷേ ഞാൻ വീണ്ടും സ്വദേശാഭിമാനിയുടെ ഒരു പീരിയഡിൽ 1000 പറ്റി ഒരു എക്സാമ്പിൾ തരട്ടെ. എങ്ങനെയാണ് ആ സമയത്ത് കൺട്രോൾ നടന്നിരുന്നത്?
സർക്കാർ അപ്പോഴും പത്രങ്ങളെ വളരെ സൂക്ഷിച്ച് നോക്കുമായിരുന്നു. എന്നിട്ട് പല രീതിയിലും ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ രീതികൾ ചിലപ്പം മാറിക്കാണും. പക്ഷേ അതിൻ്റെ കോണ്ടൻറ്റും മാറിയിട്ടുണ്ടോ എന്നാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ആ സമയത്ത് ബ്രിട്ടീഷ് ആയിരുന്നല്ലോ ഭരിച്ചിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമായിരുന്നു. ഇറ്റ് വാസ് കോൾഡ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്. അത് എല്ലാ ആഴ്ചയും തയ്യാറാക്കുമായിരുന്നു. എല്ലാ പ്രോവിൻസസിലും, എല്ലാ പ്രസിഡൻസീസും. അപ്പോൾ ട്രാവൻകൂർ സ്റ്റേറ്റ് മദ്രാസ് പ്രസിഡൻസിയുടെ ഇതിൽ കവറാകുമായിരുന്നു എല്ലാ ആഴ്ചയും ഫ്രം 1870 to 1930s. ഓക്കെ, അപ്പോൾ ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യക്കാർ തന്നെയായിരുന്നു, ഇന്ത്യൻ വർക്കേഴ്സ്. ഒരു ആർമി ഓഫ് സെൻസേഴ്സ് എന്ന് പറയാം. അവരാണ് ഇത് എല്ലാ വെർണാക്കുലർ ലാംഗ്വേജസിലെ പേപ്പേഴ്സും ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പേഴ്സും ഇന്ത്യൻ ഓൺഡ്. ഓക്കെ, അപ്പോൾ ഈ റിപ്പോർട്ടിൽ എന്തുണ്ടായിരുന്നു? എല്ലാ ന്യൂസ് പേപ്പറുടെയും ഒരു ചെറിയ അബ്സ്ട്രാക്റ്റ് വീക്ക്ലി എഴുതുന്നതാണ്. അതിന് പുറമെ ഓരോ പത്രത്തിൻ്റെ ഓണർ, ഓക്കെ, എഡിറ്റർ, പബ്ലിഷർ, സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം, സർക്കുലേഷൻ, വാർഷിക ഇൻകം എന്നിവ ഈ വീക്ക്ലി റിപ്പോർട്ടിൽ എഴുതുമായിരുന്നു. ഓക്കെ, അതിന് പുറമെ എഡിറ്ററുടെ മതവും എഡിറ്ററുടെ ഏജ് അതുപോലും ഇതിൽ രേഖപ്പെട്ടിരുന്നു. ഓക്കെ, രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പത്രങ്ങളെ പ്രത്യേകിച്ച് സൂക്ഷിക്കാൻ ബ്രിട്ടീഷുകാർ നിർദ്ദേശം കൊടുത്തിരുന്നു. അപ്പോൾ ഈ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കിയാണ് പത്രങ്ങൾ അടച്ചുപൂട്ടുകയും പ്രസ് പിടിച്ചടയ്ക്കുകയും കോൺഫിസ്കേറ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഇതൊക്കെ എന്ത് പർപ്പസിനാണ് ചെയ്തിരുന്നതെന്ന് അതിപ്പോൾ വ്യക്തമായിരുന്നു. ബ്രിട്ടീഷ് റൂളിന് എതിരെ പബ്ലിക് ഒപ്പീനിയൻ മാറുന്നുണ്ടോ, അതായിരുന്നു അവർ നോക്കുന്നത്. ഇപ്പം നിങ്ങൾ വേറെ എന്തെങ്കിലും എഴുതിയാൽ എൻ്റർടൈൻമെൻറ്റോ കൾച്ചറോ അങ്ങനെ വല്ലതും എഴുതിയാൽ അതിനെപ്പറ്റി അവർക്ക് അധികം ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ പബ്ലിക് ഒപ്പീനിയൻ ബ്രിട്ടീഷ് റൂളിനെതിരായിട്ട് എങ്ങനെയെങ്കിലും മാറുന്നുണ്ടോ, അതാണ് അവർക്ക് സൂക്ഷിക്കേണ്ടായിരുന്നത്. അപ്പോൾ ഇത് അറിയാൻ വേണ്ടിയായിരുന്നു ഈ വീക്ക്ലി റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്ത്. പക്ഷേ ഈ സെൻസർഷിപ്പ് എങ്ങനെയാണ് പ്രവർത്തിച്ചെന്ന് പല എഡിറ്റേഴ്സിനും പബ്ലിഷേഴ്സിനും അറിയില്ലായിരുന്നു. അവർക്ക് അറിയാമായിരുന്നു സെൻസർഷിപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഇവർക്ക് എല്ലാം ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ആക്ച്വലി ഇപ്പോൾ ഇന്ത്യൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ബ്രിട്ടീഷ് മ്യൂസിയമിലുണ്ട്. അത് പോയി യു ക്യാൻ ലുക്ക് അറ്റ് ഇറ്റ്. ഞാനത് നോക്കി സ്വദേശാഭിമാനിയെ പറ്റി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോയെന്ന്. പക്ഷേ അത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. മേ ബി അവരെഴുതി കാണില്ല. ഇപ്പോൾ നടക്കുന്നത് ഇതേ തരത്തിലുള്ള കൺട്രോളാണോ, അത് വേറെ രീതിയിലാണോ, അതിൻ്റെ ഉദ്ദേശം വേറെയാണോ, എന്നിട്ട് ഇതാരാ ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങളെങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്, ഇതിനെപ്പറ്റി ഒന്ന് പറയാമോ? പ്രസൻറ്റിൽ നിന്ന് കുറച്ച് പിന്നിലേക്ക് പോകാൻ തോന്നുന്നു. 2024 മാത്രം കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം 28,000 വെബ്സൈറ്റ് URLകൾ നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. 28,000. കാശ്മീരിൽ ഇഷ്യൂസ് നടക്കുന്ന ഈ അടുത്ത കാലത്ത് അവിടെ 3 വർഷത്തോളം മറ്റോ ഇൻ്റർനെറ്റ് ബാൻഡായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് രവി നായർ എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന് എതിരായിട്ട് അദാനിക്കെതിരായി ഒരു അന്വേഷണാത്മക റിപ്പോർട്ടുകൾ നിരന്തരം പബ്ലിഷ് ചെയ്തതിൻ്റെ പേരിൽ അഹമ്മദാബാദ് കോടതി 1 വർഷത്തെ തടവും കുറച്ച് പൈസ പിഴയും വിധിച്ചു. അത് പിന്നെ സുപ്രീം കോടതിയിൽ വന്നപ്പോൾ അത് കുറച്ച് സമയം കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ആ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. അന്ന് ഒരു റിപ്പോർട്ടേ തയ്യാറാക്കിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര രീതികളിൽ ഇതിനെ കേട്ടേൽ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഒരു വാള് തൂക്കിയിടാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പം മീശ വിവാദത്തെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞല്ലോ.
സത്യത്തിൽ അന്ന് വരെ നമ്മളുടെ ഉള്ളിൽ ഒരു സാഹിത്യകൃതിയുടെ മേൽ ഇതുപോലുള്ള അറ്റാക്ക് വരുന്നുള്ളൊരു തോന്നലേ ഉണ്ടായിരുന്നില്ല. സാഹിത്യം എന്ന് പറയുന്നത് ഓഥറിൻ്റെ തോന്നലുകൾ, അവകാശങ്ങൾ, അത്രയും സ്വാതന്ത്ര്യം കേരളത്തിൽ, ഇന്ത്യയിൽ അനുഭവിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു വർഗീയ പ്രചാരണത്തിന് വേണ്ടി ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ ഉപയോഗിക്കാൻ പറ്റും. അതും നമുക്ക് അതർവൈസ് എന്തൊക്കെ തരത്തിലുള്ള സാഹിത്യകൃതികൾ ഉണ്ടായിട്ടുള്ള നാടാണ് നമ്മളുടെ. ആ സ്ഥലത്ത് ഒരു പരാമർശം എങ്ങനെ വർഗീയമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ എങ്ങനെ വായിച്ചാലും അതിനകത്തെ ഒരു വർഗീയതയെക്കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ അന്ന് തൊട്ടിട്ട് നമ്മുടെ ഉള്ളിലൊരു എഡിറ്റർ വർക്ക് ചെയ്യാൻ, വേറെ ഒരു എഡിറ്റർ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇനിയുള്ള ആളുകൾ വായിക്കുന്ന സമയത്ത് അതിനെ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് ഒരു കേസിനുള്ള സാധ്യതയോ ഒരു വേറെ തരത്തിലുള്ള അറ്റാക്കിനുള്ള സാധ്യതയോ ഉണ്ടാവുമോ എന്ന് നമ്മളൊക്കെ ആദ്യം ചിന്തിച്ചു തുടങ്ങിയത്. മറ്റത് നമ്മൾ വിപ്ലവകരമായ സെൻറ്റൻസുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സന്തോഷമാണ്, കൊള്ളാം, ഇത് തകർക്കും എന്നുള്ള രീതിയിലായിരുന്നു. ഇത് വന്നതിന് ശേഷം ഇത് തകർക്കും, എന്തിനാ തകർക്കുക എന്നുള്ളതാണ് പിന്നീടുള്ള ചിന്ത. എനിക്ക് ഉറപ്പാണ് പിന്നീടുള്ളൊരു ന്യൂസ് റൂം കൾച്ചറിൽ ഇതൊരു വലിയ സാധ്യതയായിരുന്നു, ഇതിനെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. ഈ മീശ വിവാദത്തിന് ശേഷം അത് കേസായ സമയത്ത് മാതൃഭൂമി തന്നെ കൊടുത്തൊരു കേസ് സുപ്രീം കോടതി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അനുകൂലമായിട്ടാണ് വിധി വന്നേ. അത് പബ്ലിഷ് ചെയ്യുന്നതിന് പ്രശ്നമില്ല എന്നും ഓഥർക്കും മാധ്യമ സ്ഥാപനത്തിനും അനുകൂലമായിട്ടാണ് അന്ന് സുപ്രീം കോടതി വിധി വന്നേ. ഇവിടുന്ന് ഈ മീശയുടെ ട്രാൻസ്ലേറ്റ് ചെയ്ത കോപ്പികൾ കൊടുക്കുകയും അത് വായിച്ചു നോക്കിയിട്ടുള്ളൊരു വലിയ ദീപക് മിശ്രയാണെന്ന് തോന്നുന്നു, വലിയ ഗംഭീര ജഡ്ജ്മെൻറ്റാണ്. പക്ഷേ ഇതേ മാതൃഭൂമി അത് പബ്ലിഷ് ചെയ്തത് മാതൃഭൂമിക്കുണ്ടായ വിജയമായിരുന്നു. മാതൃഭൂമി ഉണ്ടായ ഒരു കേസ് നടത്തി വിജയിച്ചൊരു ഇൻസിഡൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫ്രണ്ട് പേജ് വാർത്തയായിരിക്കുന്ന ഒന്നുമല്ല, 5-ാം പേജിലൊരു 2 കോളത്തിൽ ഒതുങ്ങിപ്പോയി ആ വാർത്ത. എത്രത്തോളം ഒരു മാധ്യമ സ്ഥാപനം രാഷ്ട്രീയമായി ഭയക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണം ഇവർ വിൻ ചെയ്തൊരു കേസും കൂടിയാണ്. ഈ ഒരു കൾച്ചർ ഒരു 10-15 വർഷത്തിനുള്ളിൽ കേരളത്തിലെ, ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം റൈറ്റ് വിങ്, എക്സ്ട്രീം റൈറ്റ് വിങ്, തീവ്ര വലതുപക്ഷത്തേക്ക് മാറിയതിന് ശേഷം മാധ്യമങ്ങളിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ന്യൂസ് ക്ലിക്കിനെ എൻ്റെ പത്രാധിപരെ അറസ്റ്റ് ചെയ്ത സംഭവം നമുക്കറിയാം. സുബൈറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സംഭവം, ഫാക്ട് ചെക്ക് നടത്തുന്ന സുബൈറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് നമുക്കറിയാം. ഒരുപാട് മാധ്യമപ്രവർത്തകർ, ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിൻ്റെ ഒരു കണക്കനുസരിച്ച് 186 രാജ്യങ്ങളിൽ ഈ 2025 പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 161. അത് കഴിഞ്ഞ 2 വർഷത്തെക്കാട്ടിലും കുറച്ച് ഭേദമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും 186-ൽ 161 ഏറ്റവും പുറകിലാണ് കിടക്കുന്നത്. മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്നുണ്ട്, മാധ്യമപ്രവർത്തകരുടെ പണി പോകുന്നുണ്ട്, മാധ്യമ സ്ഥാപനങ്ങൾ തന്നെ വിലയ്ക്ക് വാങ്ങപ്പെടുന്നുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് NDTVയുടെ ഉദാഹരണം. എങ്ങനെയാണ്, എത്ര ക്ലവറായിട്ടാണ് അതിൻ്റെ മൂലധന നിക്ഷേപത്തിലേക്ക് നുഴഞ്ഞു കയറി ഒരു കൃത്യ സാഹചര്യത്തിൽ അതിനകത്ത് മുഴുവൻ ബൈ ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. ഇന്ത്യയിലെ അദാനിയുടെയും അംബാനിയുടെയും കയ്യിലാണ് ഇന്ത്യയിലെ ഇലക്ട്രോണിക് മീഡിയയുടെ ഒരു വലിയ ശതമാനവും. ആ മാധ്യമങ്ങൾക്ക് മുമ്പിലിരുന്നിട്ടാണ് നമ്മൾ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഉണ്ടാവേണ്ട മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത്. അതൊരു രീതിയാണ്. മാധ്യമങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, മാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങുന്നു. രാഷ്ട്രീയക്കാരുടെയും അതായത് MP-മാരായിട്ടിരിക്കുന്ന കൃത്യമായ രാഷ്ട്രീയ ചായ്വുള്ള ആളുകളുടെ ഉടമസ്ഥതയിലുള്ള എത്രയോ മാധ്യമ സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഏറ്റവും കൂടുതൽ ഓണർഷിപ്പ് ഉള്ളത് അദാനിയുടെയും അംബാനിയുടെയും കയ്യിൽ തന്നെയാണ്. മലയാളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിലെ ടെലിവിഷൻ ചാനലുകളുടെ മൂലധനത്തെക്കുറിച്ചുള്ളൊരു ചർച്ച ഇവിടെ കാര്യക്ഷമമായി രാഷ്ട്രീയ പാർട്ടികളോ സാമൂഹ്യ പ്രവർത്തകരോ സാംസ്കാരിക പ്രവർത്തകരോ ഒക്കെ നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം ചെയ്യുന്ന ആളുകളുടെ മൂലധനത്തിന് മേൽ വസ്തുതാവിരുദ്ധമായ സംഗതികൾ പ്രചരിപ്പിക്കുന്നതിനപ്പുറം വലിയ മൂലധന നിക്ഷേപത്തോടു കൂടി വരുന്ന വലതുപക്ഷ എഡിറ്റർമാരെ പർച്ചേസ് ചെയ്യുന്ന മാധ്യമങ്ങളുടെ ഒരു സാമ്പത്തിക സ്രോതസ് എന്താണെന്നോ അവരുടെ ഉദ്ദേശം എന്താണെന്നോ ഉള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള ചർച്ച ഇവിടെ നടക്കുന്നില്ല. ഇത് രണ്ടും മൂലധനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിജിറ്റൽ സ്പേസിൽ മെറ്റയുമായിട്ടും കോർപ്പറേറ്റുകളുമായിട്ടും സർക്കാരിനുള്ള ഡയറക്റ്റ് നെക്സസ് എവിഡൻ്റാണ്. കാരണം
ഒരു 5-6 വർഷം മുമ്പത്തെ ഒരു എക്സ്പീരിയൻസ് പറയാം. അതിനകത്ത് മോദി എന്നൊരു വാക്കുള്ള ഒരു ന്യൂസ് കണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ദളിതെന്നോ ദളിത് അട്രോസിറ്റി എന്നോ ഉള്ള വാക്കുകളുള്ള ന്യൂസ് കണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ന്യൂസ് കണ്ടൻറ്റിൻ്റെ റീച്ച് വളരെ കുറവായിരിക്കും. ഈ അൽഗോരിതം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇടക്കാലത്ത് ന്യൂസ് കണ്ടൻറ്റിന് ഭയങ്കര പ്രാമുഖ്യം കിട്ടിക്കൊണ്ട് ന്യൂസ് കണ്ടൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അവരുടെ അൽഗോരിതം വർക്ക് ചെയ്തിരുന്ന ഒരു ചെറിയ പീരീഡ് ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ ടൈം ലൈനിലൊക്കെ ന്യൂസ് ഹൗസുകളുടെ കണ്ടൻറ്റാണ് ധാരാളമായിട്ട് വന്നിരുന്നത്. പക്ഷെ പിന്നീട് അൽഗോരിതം ഇങ്ങനെ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഏറ്റവും അവസാനം സർക്കാരിനെതിരായിട്ട് വരുന്ന വാർത്തകളോ കണ്ടൻറ്റോ നേരത്തെ അത് നീക്കം ചെയ്യാനെടുത്തിരുന്ന സമയം എന്ന് പറയുന്നത് 36 മണിക്കൂറിൻ്റെ ഒരു സമയമാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഈ അടുത്തൊരു വാർത്ത വന്നിരുന്നു, അത് വെറും 3 മണിക്കൂറായിട്ട് ചുരുക്കി എന്നുള്ളത്. അതിൻ്റെ അർത്ഥം അത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അവർ കൊടുക്കുന്ന കീവേഡ്സോ അവർ കൊടുക്കുന്ന കണ്ടൻറ്റോ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി ഇതെന്തിന് ഈ കണ്ടൻറ്റ് കൊടുക്കുന്നു എന്നുള്ള ഒരു തരത്തിലുള്ള ഫാക്ട് ചെക്കിങ്ങും നടത്താതെ ഇത്തരം സംഗതികൾ ഇതിനകത്തുണ്ടെങ്കിൽ ഉടനടി അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അൽഗോരിതം ഫോം ചെയ്യുന്നതിന് സർക്കാരിന് വളരെ ഈസി ആയിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സർക്കാർ വിരുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളെ സംബന്ധിച്ച് വിമർശനാത്മകമായിട്ട് എന്ത് സംഗതി കൊടുത്തു കഴിഞ്ഞാലും അത് രാജ്യദ്രോഹമാണെന്നും അത് എന്താ പറയുക മോദിക്ക് എതിരാണെന്നും കേന്ദ്ര സർക്കാരിനെതിരാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന കണ്ടന്റ് മുഴുവൻ ഉടനടി നീക്കം ചെയ്യാനുള്ളൊരു സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഈ എൻവയൺമെൻറ്റ് മാറുന്നത്, ഒരു സാമൂഹ്യ അന്തരീക്ഷം ഒരു വലതുപക്ഷവൽക്കരിക്കപ്പെടുന്നത് മാധ്യമങ്ങളിൽ കൂടി മാത്രമല്ല, മാധ്യമങ്ങളിൽ അതിനകത്ത് പ്രതിഫലിക്കുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിയമ സംവിധാനം, നീതിന്യായ വ്യവസ്ഥ, പോലീസിങ്, രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു രീതി, ഇതെല്ലാം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വലതുപക്ഷവൽക്കരിക്കപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. ഈ ഗെയിം പ്ലാനിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് മാധ്യമങ്ങളും അറിഞ്ഞോ അറിയാതെയോ, നേരത്തെ നമ്മൾ തിയറിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഇൻഡിപെൻഡൻസിനെ കുറിച്ചിട്ടും ജനാധിപത്യത്തെക്കുറിച്ചിട്ടും ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ തിയറിയൊക്കെ പഠിക്കും, മാർക്കും മേടിക്കും. പക്ഷേ പ്രാക്ടിക്കൽ ജേർണലിസത്തിലേക്ക് വരുമ്പോൾ ആ ക്യാപിറ്റൽ എന്താണോ അത് തീരുമാനിക്കും നമ്മുടെ കണ്ടന്റ് എന്താണെന്ന്. ആ ക്യാപിറ്റൽ തീരുമാനിക്കും നമ്മളുടെ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഇത് മറ്റൊരു രീതിയാണ്. എത്രയൊക്കെ ആവേശത്തോടു കൂടിയിട്ട് ജേർണലിസം എന്ന് പറയുന്ന പ്രൊഫഷനിലേക്ക് എത്തിപ്പെടുന്ന മനുഷ്യരും ആ സ്ഥാപനത്തിൻ്റെ രീതികളുമായിട്ട് ഒത്തുപോവുക, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ രീതികളുമായിട്ട് ചേർന്ന് പോവുകയും അത് ലോകം മുഴുവൻ സംഭവിക്കുന്നുണ്ടല്ലോ. വലതുപക്ഷവൽക്കരിക്കപ്പെടുന്ന രാഷ്ട്രീയം, വലതുപക്ഷവൽക്കരിക്കപ്പെടുന്ന മാധ്യമങ്ങളും കേരളത്തിലേക്കും അതിൻ്റെ റിഫ്ലക്ഷൻസ് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ മൂലധന താല്പര്യം ഉള്ള ഒരു കോർപ്പറേറ്റ് മൂലധനങ്ങൾ കേരളത്തിൻ്റെ അകത്തേക്ക് മാധ്യമങ്ങളിലേക്ക് ഇൻഫ്ലുവൻഷ്യലായിട്ട് വരുന്ന സമയത്ത് അതിനകത്ത് ചോദ്യങ്ങളില്ലാതെ ഇത് വെറും ഒരു തൊഴിൽ മാത്രമല്ലേ എന്നുള്ള രീതിയിൽ ജേർണലിസത്തെയും ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ഇതൊരു തൊഴിൽ മേഖല എന്നുള്ള രീതി എടുത്ത് നോക്കിയാൽ അങ്ങനെ വലിയ ആദർശമൊന്നും പറഞ്ഞിട്ട് നമുക്ക് സക്സസ്ഫുള്ളായിട്ട് സാമ്പത്തികമായിട്ട് നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ആദർശാത്മകമായിട്ടുള്ള ജേർണലിസത്തിന് ഒരു സാധ്യതയും ഇന്ത്യയിൽ പ്രസൻ്റ്ലി കേരളത്തിലും, കേരളമാണ് കുറേയൊക്കെ ഭേദമെന്ന് നമുക്ക് തോന്നും. ഇന്ത്യയുടെ മൊത്തം സാഹചര്യം എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ എന്തൊക്കെയോ നമുക്ക് ബാക്കിയുണ്ട് എന്ന് നമുക്ക് തോന്നും. പക്ഷേ അതിൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു റിയലൈസേഷൻ ഉണ്ടാവുക. ഇത് എവിടെയാണ് നമ്മുടെ സ്പേസ്, എവിടെയാണ് ഇൻഡിപെൻഡൻസ്, എന്ത് തരം ഒരു തരം വിമർശനത്തെയും ആ വിമർശനപരമായിട്ട് ഏറ്റെടുക്കാൻ സാധിക്കാത്ത സിസ്റ്റവും സംവിധാനങ്ങളും ഭരണകൂടവും തന്നെയാണ് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഒക്കെ നിലനിൽക്കുന്നത്. ഭരണകൂടത്തിനെതിരായ വിമർശനമാണ് മാധ്യമങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യബോധം എന്ന് പറയുന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനാണല്ലോ നമ്മൾ ഭരണകൂടത്തിന് അനുകൂലമായി നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പേര് പിന്നെ ജേർണലിസം എന്നല്ല, PR വർക്ക് എന്നാ. അത് ജേർണലിസം പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ പഠിക്കുന്ന വേറൊരു സബ്ജക്റ്റ് മാത്രമാണ്, PR വർക്ക് വേറെയാണ്. ജേർണലിസം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള വിമർശനാത്മകമായിട്ട് ക്രിട്ടിക്കലായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനുള്ളൊരു സാധ്യത ഉണ്ടെന്ന്, ഇതൊരു വശം, ഇതിൻ്റെ ഒരു വലതുപക്ഷവൽക്കരണം. ഇതിൻ്റെ ഇടയിലും സർവൈവ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നമ്മൾ നടത്തും, ക്രിട്ടിക്കലായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ഒക്കെ നിലനിൽക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇതിനെ നേരിടാനുള്ള, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് ഈ റിപ്പോർട്ട് കൊടുത്തിരുന്നതെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയിട്ട്
രാഷ്ട്രീയ പാർട്ടികളുടെയും സാമുദായിക സംഘടനകളുടെയും മതസംഘടനകളുടെയും സോഷ്യൽ മീഡിയ ആർമിയുണ്ട്. അവർക്ക് ആവശ്യമായ നരേറ്റീവ് സൃഷ്ടിക്കും. ആ നരേറ്റീവിനെതിരായിട്ടുള്ള എല്ലാ ചെറുചലനങ്ങളെയും തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കി കളയുന്നതിനുള്ളൊരു ശേഷിയുള്ള സംഗതിയാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും റിലീജിയസും അല്ലാത്തതുമായിട്ടുള്ള സാമുദായിക സംഘടനകളുടെയൊക്കെ സോഷ്യൽ മീഡിയ ആർമി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുഞ്ഞു വിമർശനം വരുമ്പോഴത്തേനും അതിനെതിരായിട്ടുള്ളൊരു നരേറ്റീവ് ഒരു കുത്തൊഴുക്ക് പോലെ വരികയും ഇതതിനകത്ത് മുങ്ങിപ്പോവുകയും ചെയ്യും. പൊതുബോധത്തെ നിർമ്മിക്കുന്നതിൽ വലിയ പങ്ക് ഇതിനകത്തുണ്ട്. ഇപ്പം ഇലക്ഷൻ വരാൻ പോവാം, ഒരു 1.5 മാസം കഴിഞ്ഞാൽ ഇലക്ഷനാണ്. നേരത്തെ മാധ്യമങ്ങൾക്ക് അജണ്ട സെറ്റ് ചെയ്യാനുള്ളൊരു ശേഷി ഉണ്ടായിരുന്നു. വികസന കാര്യങ്ങളിൽ, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ, പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസിൻ്റെ പേരിൽ ഇതിനെല്ലാം അജണ്ട സെറ്റ് ചെയ്യാനുള്ളൊരു ശേഷി മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. ആ ശേഷിയെ തകർക്കുന്ന, ഇപ്പോൾ അതൊരു ജനവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലതുപക്ഷ രീതികളിലാണ് അത്തരം പ്രൊപ്പഗാൻഡ നിർമ്മിതി നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ളൊരു പ്രതിരോധത്തിൻ്റെ സാധ്യതയും മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് രണ്ടുമില്ലാതായി മാറുകയും പൂർണ്ണമായിട്ടും ഭരണകൂടത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾക്ക് പ്രാമുഖ്യം കൈവരികയും അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശേഷിയുള്ള സോഷ്യൽ മീഡിയ ആർമികൾ രൂപപ്പെടുകയും ചെയ്യുന്ന. അപ്പോൾ ഒരു സൈഡിൽ വലതുപക്ഷവൽക്കരണം എങ്ങനെയാണോ ഇൻഡിപെൻഡൻറ്റ് ജേർണലിസത്തിനെ തകർക്കുന്നത്, മൂലധനം എങ്ങനെയാണോ ഇൻഡിപെൻഡൻറ്റ് ജേർണലിസത്തിനെ തകർക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും ഒന്നിച്ചു ചേർന്നിട്ട് എങ്ങനെയാണോ ഇതിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്നത് തുടങ്ങി, ഒപ്പം ഡിജിറ്റൽ മീഡിയയിലെ അൽഗോരിതവും എങ്ങനെയാണ് ഇതിനുള്ള എല്ലാ സാധ്യത. അത് കൃത്യമായിട്ട് കോർപ്പറേറ്റ് നെക്സസ് തന്നെയാണ്. ഈ മെറ്റ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് കോർപ്പറേറ്റ് കമ്പനിയാണ്. അവർക്ക് ഭരണകൂടവുമായിട്ട് മറ്റെല്ലാ സാധ്യതകളും ഉള്ളതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും 100% പിടിയും. റഷ്യൻ ഇലക്ഷനെയും അമേരിക്കൻ ഇലക്ഷനെയും സോഷ്യൽ മീഡിയ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഇലക്ഷനെയും സോഷ്യൽ മീഡിയ ബാധിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയാം. വാരണാസിയിൽ പ്രയാഗ്രാജിൽ നടന്ന കുംഭമേള കണ്ടിട്ടുള്ള അതിനെക്കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കണ്ടൻ്റാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉള്ളത്. അത് കൃത്യമായ പ്രൊപ്പഗൻഡ മെഷീനറികൾ ചെയ്യുന്ന അവരെടുക്കുന്ന പണിയാണ്. അവരുടെ റൈറ്റിംഗ് ഹിന്ദുത്വ പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് അവരെടുക്കുന്ന മീഡിയ ഉപയോഗിച്ചിട്ട് നടത്തുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു രീതിയാണ് ഈ പറയുന്ന കുത്തൊഴുക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ അതിൻ്റെ വിമർശനാത്മകമായിട്ടുള്ളൊരു സംഗതി സെർച്ച് ചെയ്ത് നോക്കിയാൽ വളരെ കുറച്ച് കിട്ടും. വളരെ കുറച്ച് കണ്ടൻ്റ് ആണ്. ഇതെങ്ങനെയാണ് ചരിത്രത്തെ വളച്ചൊടിക്കുന്നത്, ഇതെങ്ങനെയാണ് ഇന്ത്യൻ പോളിറ്റിയെ ബാധിക്കാൻ പോകുന്നത്, ഇതെങ്ങനെയാണ് വർഗീയതയെ എന്നൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് വല്ല വയറിൻ്റെയോ സ്ക്രോളിൻ്റെയോ പ്രിൻറ്റിൻ്റെയോ ഒക്കെ 1-2 ലേഖനങ്ങളോ 1-2 വീഡിയോ മാത്രം കിട്ടും. അപ്പുറത്ത് നിൽക്കുന്നത് ലക്ഷക്കണക്കിന് കണ്ടൻറ്റാണ്. കുംഭമേള കഴിഞ്ഞ ദിവസം ജനുവരി എൻഡോട് കൂടിയിട്ട് കേരളത്തിൽ നടന്നു. കേരളത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? കേരളത്തിലെ മാധ്യമങ്ങൾ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ വിമർശനമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത് ഇതിനെ നമ്മൾ മൈൻഡ് ചെയ്യാതെ വിട്ടു എന്നാണ്. കുംഭമേളയെ മൈൻഡ് ചെയ്യാതെ വിട്ടിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളത് രാഷ്ട്രീയമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ മാധ്യമങ്ങളായിരുന്നു. അത് കാരണം കേരളത്തിൽ കുംഭമേള നടന്ന സമയത്തും സോഷ്യൽ മീഡിയയുടെ അകത്ത്, ഡിജിറ്റൽ മീഡിയക്കകത്ത് ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയ പ്രൊപ്പഗാൻഡ കണ്ടന്റ് ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു. അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ എതിരായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ, റൈറ്റിങ്ങിനെതിരായിട്ടുള്ള, അതിനെതിരായത് എങ്ങനെയാണ് എന്താ പറയുക, വലതുപക്ഷ മാധ്യമങ്ങൾ അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയം, തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം ഇത്തരം ഇവൻസിനെ എങ്ങനെയാണ് കേരളത്തിൽ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി തിരുത്തേണ്ടതാരാ? ഇവിടുത്തെ മാധ്യമങ്ങളായിരുന്നു. പക്ഷെ മാധ്യമങ്ങൾ എന്ത് ചെയ്തു? അതിനെ വളരെ നിഷ്കളങ്കമായിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ വിസിബിലിറ്റി കൊടുത്തില്ല എന്ന് തെറ്റിദ്ധരിക്കുക. വിസിബിലിറ്റി ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയ കൊടുത്തിട്ടില്ലെങ്കിലും അപ്പുറത്തുണ്ട്. അവിടുത്തെ ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അവർ സെർച്ച് ചെയ്യുന്ന ഗ്രൂപ്പുകളിലും അവരുടെ സംഗതികളിലൊക്കെ വ്യാപകമായി എത്താം. നമ്മളിപ്പുറത്ത് പ്രതിരോധത്തിൻ്റെ കണ്ടന്റ് ഉണ്ടാക്കേണ്ടിയിരുന്നേ. അതിന് പകരം ഞങ്ങൾ അപ്പാടെ അതിനെ അവഗണിച്ച് തോൽപ്പിച്ചു എന്നാണ് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് മീഡിയയും മെയിൻ സ്ട്രീം മീഡിയയും ധരിക്കുന്നത്. അത് എൻ്റെ അബദ്ധമായി പോയി എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പുറത്ത് മറ്റേ ഉദാഹരണമുണ്ട്. വലിയ കുംഭമേള ഉണ്ടല്ലോ പ്രയാഗ്രാജിലെ, അതിൻ്റെ കണ്ടന്റ് അതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കേരള സ്റ്റോറി എന്ന് പറയുന്ന 2ാമത്തെ സിനിമയാണ് വരുന്നത്.
അതിനെ നമ്മൾ അവഗണിച്ച് വിടാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഓഡിയൻസ് അത് എത്തിപ്പെടേണ്ട സംഗതികൾ മുഴുവനും അവരുടെ ഇത്രയും പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന സോഷ്യൽ മീഡിയ മിഷനറി വർക്ക് ചെയ്യുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം റൈറ്റിങ്ങിനെ പോലെ വേറെ ഇല്ല ഇന്ത്യയിൽ, ലോകത്ത് മുഴുവനും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അവഗണിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ള, ഡിജിറ്റൽ മീഡിയയെ ആ തരത്തിൽ അവഗണിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ള റിയലൈസേഷൻ ഇവിടെ ഉണ്ടാവേണ്ടത് മെയിൻ സ്ട്രീം മീഡിയയ്ക്കാണ്. പക്ഷേ മെയിൻ സ്ട്രീം മീഡിയ എന്ത് ചെയ്യുന്നു? ഇത്തരം വളരെ നിഷ്കളങ്കമെന്നോ തെറ്റായ നിഷ്കളങ്കത ഉപയോഗിച്ചുകൊണ്ട് അതിനെ കണ്ടില്ല എന്ന് നടിക്കാം. മറിച്ച് നമ്മൾ ഉണ്ടാക്കേണ്ട കണ്ടന്റ് അതിൻ്റെ പ്രതിരോധത്തിൻ്റെ സംഗതികളാണ്. നമ്മൾ ഇതെങ്ങനെയാണ് ചരിത്രത്തെ വളച്ചൊടിക്കുന്നതെന്നും എങ്ങനെയാണ് ഇത് പ്രൊപ്പഗൻഡ മെഷീനറി ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് റൈറ്റിങ്ങിനെ പ്രതിരോധിക്കേണ്ടതെന്നും തീരുമാനിക്കാനുള്ള ശേഷിയുള്ളത് അവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയ. അത് ചെയ്തില്ല എന്നുള്ളതാണ്. അത്രയ്ക്കും ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ മൂലധനം എങ്ങനെ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയിൽ ഇതെന്നെ വെറും ഒരു തൊഴിലാക്കി മാറ്റി എന്നുള്ളതിൻ്റെ കാരണം അത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഇതുപോലെ ശമ്പളമൊക്കെ കിട്ടി മുന്നോട്ട് പോകാം എന്നുള്ളത് കൊണ്ട് ചെയ്യാതിരിക്കലാണ് കൂടുതൽ നല്ലതെന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അതിനോട് എനിക്ക് വലിയ വിയോജിപ്പുണ്ടായിരുന്നു. ആൽഗോറിതമിക് ട്രാൻസ്പാരൻസി എന്ന് വെച്ചാൽ എന്താണ്? അത് ആവശ്യപ്പെടുന്നത് നല്ലതാണോ, ഫീസിബിൾ ആണോ? ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് എഡ്യൂക്കേഷനിലൊക്കെ എങ്ങനെയാണ് ഒരു ആൽഗോരിതം കുട്ടികളെ ടെസ്റ്റ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, അതൊക്കെ ഒരു ഡിമാൻഡാണ്. പക്ഷെ മീഡിയയിൽ അങ്ങനത്തെ ഒരു ഡിമാൻഡ് വെക്കുന്നുണ്ടോ? ഇപ്പോൾ അൽഗോരിതം ഇങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പല ജേർണലിസ്റ്റും പറയാറുണ്ട്. പലരും എസ്പെഷ്യലി ഒരു റൈറ്റ് വിങ് നെറേറ്റീവിനെതിരെ വർക്ക് ചെയ്യുന്ന പലരും പറയുന്നുണ്ട്, എസ്പെഷ്യലി ഇന്ത്യയിൽ. പക്ഷേ ഈ പറച്ചിലല്ലാതെ അതിന് തെളിവായിട്ടൊന്നും വെക്കാൻ അത് ബുദ്ധിമുട്ടാണല്ലോ, സ്വന്തം എക്സ്പീരിയൻസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഡാറ്റ ഈ കമ്പനികളിൽ നിന്ന് കിട്ടാത്തതും ആ കമ്പനികൾ വളരെ കുറഞ്ഞ രീതിയിൽ ആ ഡാറ്റ കൊടുക്കുന്നത്, ഒരു അൽഗോരിതം ഒരു ബ്ലാക്ക് ബോക്സ് ആയിട്ട് പലപ്പോഴും വർക്ക് ചെയ്യുന്നതും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് വലതുപക്ഷത്തിന് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ ഇത്രയും ഇഫക്റ്റീവായിട്ടൊരു മെഷീനറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ വലതുപക്ഷത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത് അവർ ഗംഭീരമായിട്ട് പ്രൊഫഷണലി അതിനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം തിരുവനന്തപുരം ഇലക്ഷൻ സമയത്ത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ട് ഒരു വലിയ മീഡിയ ടീം രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരുന്നു. അതായത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതൽ സാമ്പത്തിക ശേഷിയുള്ളത് ഈ പറയുന്ന റൈറ്റ് വിങ് പൊളിറ്റിക്സിന് തന്നെയാണ് ഇന്ത്യയിലിപ്പോൾ. കോൺഗ്രസിനോ CPM-നോ മറ്റ് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള സാമ്പത്തിക ശേഷിയുള്ള ഒരു വിഭാഗമാണ് ഈ പറയുന്ന RSS BJP എന്ന് പറയുന്ന സംഗതി. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ കോർപ്പറേറ്റ് സംവിധാനങ്ങളും അംബാനിയുടെയും അദാനിയുടെയും കയ്യിൽ തന്നെയാണ് അതിനകത്ത്. കാരണം കോർപ്പറേറ്റ് തന്നെ ഭരണകൂടം തന്നെ കോർപ്പറേറ്റായി മാറുന്ന പ്രത്യേകതര സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മെറ്റയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പോർട്ടോ ഒരു വിമാനത്താവളോ ഒരു എണ്ണ കമ്പനിയുമായിട്ടുള്ള ബന്ധമോ ഒരു സംഗതിയോ അല്ല. സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ അങ്ങേയറ്റത്തെ പരീക്ഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വാർഡിൽ എങ്ങനെ ഒരു വീട്ടിൽ എങ്ങനെ ആക്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ റിസർച്ച് നടത്തുകയും അതിനെ ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റൈറ്റിംഗ് സംവിധാനമാണ് അത് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്, നമ്മളുടെ ലോക്സഭാ ഇലക്ഷനിൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ടാർഗറ്റ് ചെയ്ത് ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഈ റൈറ്റിങ്ങിൻ്റെ സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ടാവാൻ പോകുന്നതെന്നും അവരെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്നും നമ്മൾ കണ്ടറിയാൻ തന്നെ വേണം. കാരണം അത് അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള സംവിധാനങ്ങളാണ്. അൽഗോരിതത്തിനെ എങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സമ്മേളനം നടക്കുന്നൊരു സ്ഥലമാണെന്ന് വിചാരിക്കുക, അവിടുത്തെ ഒരു എൻവയൺമെൻറ്റിനെ ക്യാച്ച് ചെയ്ത് ആ ഫോണുകളിലേക്ക് ആ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശേഷിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു പെയ്ഡ് പ്രൊമോഷൻ്റെ ഒരു രീതി എടുത്തു കഴിഞ്ഞാൽ, പെയ്ഡ് പ്രൊമോഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് ചെയ്തിട്ട് ഓഡിയൻസിനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോലുള്ള ആളുകൾക്കും ആ സംവിധാനം ഉപയോഗിക്കാം. ആര് വായിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശേഷി പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന നമ്മളുടെ പോലുള്ള വ്യക്തിക്കും തീരുമാനിക്കാനുള്ള സംവിധാനം. ഇതൊരു പ്രൊപ്പഗേറ്റിംഗ് മെഷീനറിക്ക് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ കയ്യിൽ അതിന് ചിലവാക്കാൻ പണവും ഉണ്ടെങ്കിൽ
അത് എത്തുന്നതിൻ്റെ ഒരു വ്യാപ്തി ഒന്നും ആലോചിച്ച് നോക്കൂ. നമ്മൾ 500 രൂപയ്ക്കായിരിക്കും ചിലപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നത്, മാക്സിമം പോയാൽ 10,000 രൂപയ്ക്കായിരിക്കും പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നത്. കോടിക്കണക്കിന് രൂപ പെയ്ഡ് പ്രൊമോഷന് വേണ്ടി ഈ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ ശേഷിയുള്ള ഒരാൾ ഇന്ത്യയിൽ മുഴുവൻ മനുഷ്യരുടെയും വീട്ടിലേക്ക്, അടുക്കളയിലേക്ക്, ഇത്തരം സംഗതികളിലേക്ക് എത്തിക്കാൻ ശേഷിയുള്ള ആളുകളായിരിക്കും. അതൊരു രീതി. പിന്നെ നമ്മളുടെ ഫീഡിലേക്ക് നിരന്തരം ഈ സംഗതികൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കാലത്തെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു കുംഭമേളയിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് മുഴുവൻ കുംഭമേളയാണ്. അപ്പോൾ ഇത് താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫീഡിലേക്ക് നിരന്തരം നമ്മുടെ താല്പര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള ശേഷി ഈ പറയുന്ന ഡിജിറ്റൽ സ്പേസിനുണ്ട്. അത് സൈക്കോളജിക്കലാണ്, അത് അൽഗോരിതമിക്കും കൂടിയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് പോലും പരസ്യമായിട്ട് വരുന്നൊരു കാലവും കൂടിയിട്ടാണ്. ചെറിയ കാര്യങ്ങൾ പോലും, ഒരു വാക്കിൽ നിന്ന് പോലും നമുക്ക് പിന്നീട് വരുന്ന പരസ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ പറ്റുന്നു എന്ന് നമുക്ക് അത്ഭുതം തോന്നും. ഇത് സംഭവിക്കുന്നുണ്ട്. ഇത് നമ്മളുടെ ഫോണിലെ ഇത് ഓണാണ്, മൈക്രോഫോൺ എപ്പോഴും ഓണാണ്, നമ്മളെ അറിയാതെ കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള പെർമിഷൻസും ഉണ്ട്. നമുക്കറിയില്ല നമ്മളുടെ ഇതെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നൊന്നും നമുക്ക് ഇപ്പോഴും തെളിഞ്ഞു കിട്ടാത്തൊരു സംഗതിയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് വിലക്കെടുക്കാൻ, കോർപ്പറേറ്റുകൾക്ക് വിലക്കെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിൽ ഈ അൽഗോരിതത്തെ വ്യക്തിയെ പഠിച്ചുകൊണ്ട്, ഇപ്പം ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഇത്രയും നമ്പേഴ്സ് കിട്ടിയത്, പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള മെസ്സേജ് അയക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. ഡാറ്റ പ്രൈവസിയെക്കുറിച്ചിട്ടും പേഴ്സണൽ പ്രൈവസിയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. ഇത് തന്നെയാണ് കേന്ദ്രത്തിൽ മോദിയും ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. നമുക്കൊക്കെ പേഴ്സണലി ഫോൺ വന്നിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ എല്ലാ ഫോണിലേക്കും ഞാനിവിടെ ഇന്ന് മൻ കി ബാത്ത് ഉണ്ടെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജും സംഗതികളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് ഹൈക്കോടതി പറഞ്ഞത് അതാ, എങ്ങനെയാണ് പേഴ്സണൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് പേഴ്സണലൈസ് ചെയ്തിട്ട് നിങ്ങളെ പേര് വെച്ച് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു സംഗതി പുഷ് ചെയ്യാൻ പറ്റുന്നത്. അത് സാധിച്ചു. ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. ഭരണകൂടവും കോർപ്പറേറ്റും തമ്മിൽ നെക്സസ് ഉണ്ടെങ്കിൽ പിന്നെ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഇത് ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ഇൻവിസിബിൾ ലേബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മൾ ഇരുന്ന് ഓരോ റീലുകൾ കാണുമ്പോഴും, നമ്മൾ ഓരോ സംഗതികൾ ഈ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുമ്പോഴും ഇത് നമ്മളുടെ ലേബറും കൂടിയാണ്. നമ്മളറിയാതെ നമ്മൾ ഓരോ കോർപ്പറേറ്റിനും അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാർക്ക് പൈസ കൊടുത്തോളൂ, അവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുക. ആ പണം കിട്ടുന്നതിന് ഇൻവിസിബിൾ ലേബർ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ കൂലിപ്പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ വെറുതെ കാണുന്നേ ഉള്ളൂ, പക്ഷേ അത് നമ്മൾ പോലും അറിയാത്ത നമ്മുടെ കൂലിപ്പണിയാണ്. അവരിത് വ്യൂ കൂടുന്നതിനനുസരിച്ച് ഇവർക്ക് പണം കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ പണത്തിൻ്റെ ഒരു ഭാഗം ഇതിനകത്തേക്ക് തന്നെയാണ് വരിക. അങ്ങനെ ഇതൊരു വിഷ്യസ് ആയിട്ടുള്ള ഒരു സർക്കിളായിട്ട് രൂപപ്പെടുകയും പക്ഷേ ഇതിനകത്ത് തന്നെ നമുക്ക് കാണാവുന്ന ഒരു രവീഷ് കുമാറിനെ പോലെയൊക്കെയുള്ള ആളുകൾ, ധ്രുവ് റാട്ടിയെ പോലുള്ള ആളുകളൊക്കെ അതുപോലത്തെ ഒരുപാട് ഹാൻഡിലുകൾ എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ലോക്സഭാ ഇലക്ഷനിലെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ശേഷിയുള്ള സംഗതിയായിട്ട് മാറിയെന്നും നമ്മൾ കാണുന്നുണ്ട്. തൊട്ടപ്പുറം അതിന് ഓരോ മെയിൻ സ്ട്രീം മീഡിയക്കാട്ടിലും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ളതാണ് ഇവരുടെയൊക്കെ പേഴ്സണൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. കോടിക്കണക്കിന് വ്യൂ ഉള്ള അതും നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ജനാധിപത്യ സ്പേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷേ അതിൻ്റെ മുൻതൂക്കം എപ്പോഴും കോർപ്പറേറ്റുകൾക്കും ഭരണകൂടത്തിനും റൈറ്റ് വിങ്ങിനും അനുകൂലമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതത്തെ അത്ര വിഷമമുള്ള കാര്യമല്ല, പ്രതിരോധിക്കാനാണ് വിഷമം. അതിനെ നടപ്പാക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഈസിയുമാണ്. വീണ്ടും സ്വദേശാഭിമാനിയുടെ ഹിസ്റ്ററിയിൽ വരാൻ, 1910 സ്വദേശാഭിമാനിയെ നിരോധിച്ചു. ഓക്കെ, 1912 ദിവാൻ ഇങ്ങനെ എഴുതി, ഞാൻ ഇംഗ്ലീഷിൽ പറയാം, അതായിരിക്കും എളുപ്പം. The most serious thing against the Swadeshabhimani has always been the remarkable persistence with which it preached the gospel of government by the people, and the exhortation which it held to the people of Travancore to unite and demand self-government. അപ്പോൾ ഇതിലൂടെ പത്രം നിരോധിച്ചതിൻ്റെ കാര്യം, യഥാർത്ഥ കാരണം ദിവാൻ പറഞ്ഞു, സമ്മതിക്കുന്നു എന്തായിരുന്നെന്ന്. സ്വദേശാഭിമാനി വാസ് കോളിംഗ് ഫോർ റൂൾ ബൈ ദ പീപ്പിൾ, റൈറ്റ്, സെൽഫ് ഗവൺമെൻറ്. അതുകൊണ്ട് അവരുടെ ഭയം അതായിരുന്നു, ജനാധിപത്യത്തിൻ്റെ ഒരു ആശയം ജനങ്ങളിൽ ശക്തമാകുമോ എന്നതായിരുന്നു. അപ്പം ഇന്ന്
പുരോഗമനപരമായ പ്രോഗ്രസീവ് ന്യൂ മീഡിയക്ക് ആ തരം ഒരു ശക്തിയുണ്ടോ? എന്നിട്ട് അല്ലെങ്കിൽ ലൈക്കുകളും എൻഗേജ്മെൻറ്റും അത് മാത്രം ലക്ഷ്യമാക്കിയാൽ അത്തരം വലിയ ലക്ഷ്യങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. തീർച്ചയായിട്ടും ജനാധിപത്യം എന്ന് പറഞ്ഞിരുന്നത് നമ്മൾ അനുഭവിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്വപ്നമായി മാറുന്നുണ്ടോ എന്നുള്ളൊരു തോന്നലില്ല മാധ്യമപ്രവർത്തകരൊക്കെ നിൽക്കുന്നത്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മാധ്യമപ്രവർത്തകർ നിൽക്കുന്നത്. അത് മാധ്യമപ്രവർത്തനത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ സൊസൈറ്റി ഭരണകൂടത്താൽ നേരിടുന്ന ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്സിലേക്ക് എല്ലാവരും ചേർന്ന് നിൽക്കുന്ന, പ്രശ്നങ്ങളില്ലാതെ ചേർന്ന് നിൽക്കുന്ന ഒരു അന്തരീക്ഷം, അത് ശരിക്കും ഭയപ്പെടുത്തേണ്ട ഒന്നും കൂടിയാണെന്ന് വിചാരിക്കുന്നു. റൈറ്റ് വിങ് ഉണ്ടാക്കുന്ന ഒരു ഗെയിം പ്ലാനിലേക്ക്, അതിൻ്റെ കളി നിയമങ്ങളിലേക്ക് നമ്മൾ കയറി നിന്നിട്ട് ആ ഗെയിം പ്ലാനിലുള്ള തിരുത്തലുകളല്ല വരുത്തേണ്ടത്. നിങ്ങൾ കളിക്കുന്ന കളിയേ ശരിയല്ല എന്ന് പറയുക വേണ്ടത്. അത് പറയാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ പ്രാദേശിക ഭരണകൂടങ്ങളോ തയ്യാറാവുന്നുണ്ടോ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഫെഡറൽ സിസ്റ്റത്തിനെ തകർക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ പോലും നിലവിൽ വരുന്ന ഒരു ഭയാനകമായ അന്തരീക്ഷം, അതിനെ അതിൻ്റെ ഒരു ജൈജാൻറ്റിക് ഫോമാറ്റിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് സംശയം. നമ്മളിവിടെ ശബരിമലയെക്കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിലെ ശരിയും തെറ്റും ആണോ സംസാരിക്കേണ്ടത്, അതോ ഇതല്ല വിഷയമെന്ന് പറയുകയാണോ വേണ്ടത്? കുംഭമേള നടക്കുമ്പോൾ അതിനകത്തെ ഇത് ശരിയായില്ല, അതിനകത്തെ ആചാരത്തിൽ വന്ന സംഗതികളെക്കുറിച്ചുള്ള വിശകലനവും ആഖ്യാനവുമാണോ നടത്തേണ്ടത്? നിങ്ങൾ പറയുന്ന ഈ കുംഭമേളയെ ശരിയല്ലെന്നാണോ പറയേണ്ടത്? അതാ വിഷയം. നമ്മൾ അദാനിയുടെ പോർട്ട് ഇവിടെ വരുന്ന സമയത്ത്, വിഴിഞ്ഞത്ത് വരുന്ന സമയത്ത്, അദാനി ലോകത്തെ എല്ലായിടത്തും കോർപ്പറേറ്റ് നടക്കുന്ന, ഇന്ത്യയെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേറ്റ് ആണെന്നുള്ള തിരിച്ചറിവാണോ വേണ്ടത്? കേരളത്തിൻ്റെ പോർട്ടിൽ കപ്പൽ വരുന്നത് നമുക്ക് ചില സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ഗുണം ഉണ്ടാവും എന്നാണോ പറയേണ്ടത്? ഇതിനൊരു വലിയ ഫോർമാറ്റിൽ സമഗ്രമായിട്ട് കാണാനുള്ള ശേഷി മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാക്കുകയാണോ വേണ്ടെന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് പക്ഷേ നമ്മളങ്ങനെ ജനാധിപത്യത്തിൽ തീരെ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ കാണാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിരന്തര പ്രതിപക്ഷത്തിൻ്റെയും നിരന്തര പ്രതിരോധത്തിൻ്റെയും ഭാഗമായിട്ട് ഈ പറയുന്ന ജേർണലിസത്തിൻ്റെ ഒരു വലിയ ലെഗസിയുള്ളൊരു സ്ഥലവും കൂടിയിട്ടാണ്. അത് ഗംഭീരമായിട്ട് മലയാളി മെമ്മോറിയലൊക്കെ ഉണ്ടാവുന്നത് ഈ പറയുന്ന തിരുവിതാംകൂറിൻ്റെ സ്വാതന്ത്ര്യം, മലയാള ഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം, അത്തരം സമരങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു പാരമ്പര്യമാണ് മലയാള മാധ്യമത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ഈ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഇത്തരം വാക്കുകളൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഭയങ്കര ക്ലീശയായി മാറിയെന്നാണ് തോന്നുന്നത്. ജനപക്ഷത്ത് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ മാധ്യമപ്രവർത്തകർ പറയുമ്പോൾ ഇവർ ഏത് കാലത്ത് ജീവിക്കുന്ന ആളുകളാണെന്നാണ് നമ്മളോട് തിരിച്ചു ചോദിക്കുന്നത്. പക്ഷേ അത്തരം വാക്കുകളുടെ രാഷ്ട്രീയം തിരിച്ചുകൊണ്ട് വരേണ്ടതുണ്ട്. അതിന് ഈ സോഷ്യൽ മീഡിയ കാലത്ത് എത്രത്തോളം പ്രായോഗികമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ സമരങ്ങൾ തിരിച്ചുകൊണ്ടുവരണം. ഇന്ത്യയിൽ ഒരു കർഷക സമരത്തിന് ശേഷം ഒരു സമരം നടന്നിട്ട് എത്ര കാലമായെന്ന് ആലോചിക്കൂ. കേരളത്തിലും സമരങ്ങളുടെ ഒരു ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ സമരം ഏറ്റവും അവസാനം നടന്നത് ഒരു ചർച്ച ചെയ്യപ്പെട്ട സമരം എന്ന് പറയുന്നത് ആശാസമരം മാത്രമാണ്. കേരളത്തിലെ സമരങ്ങൾ എവിടെ പോയി? കേരളത്തിലെ ക്യാമ്പസുകളിൽ സമരം എവിടെ പോയി? തെരുവുകളിൽ സമരം. അതായത് നമുക്ക് ഭരണകൂടത്തോട് ഒരു എതിർപ്പും ഇല്ല എന്നാണ് വരുന്നത്, ഒരു എതിർപ്പുമില്ല. ഇവിടെ എഡിറ്റോറിയലുകൾ ഉണ്ടാവുന്നുണ്ടോ? ഇവിടെ സമരങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? പ്രതിരോധങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? നമ്മൾ അറിയാതെ ഭരണകൂടത്തിൻ്റെ കൂടെ നിൽക്കുന്ന, അവർക്ക് വേണ്ടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ പ്രൊപ്പഗേറ്റിംഗ് മെഷീനറിയുടെ ഭാഗമായിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ മേടിച്ച് കൊള്ളാം നല്ലതാണെന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ആളുകളായി മാറുന്നുണ്ട്. അതിന് സത്യത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സെൻസിബിലിറ്റിയെ തിരിച്ചു കൊണ്ടുവരാൻ, പ്രതിരോധത്തിൻ്റെയും സമരങ്ങളുടെയും ഭാഷയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശേഷിയുള്ള ഇൻഫ്ലുവൻഷ്യലാണ് പത്രങ്ങൾ. ഇങ്ങനെ നശിച്ചുപോയി എന്നോ തീരെ അബദ്ധമാണെന്നോ ഒന്നും പറയാൻ ഞാൻ ആളല്ല. അതിനുള്ള ശേഷി ഇപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്. അത് തിരിച്ചെടുക്കേണ്ടത് മൂലധനമാണ്, പത്രങ്ങളാണ്. കാരണം വലിയ മൂലധന ശേഷിയുള്ള മാധ്യമങ്ങൾ ഇവിടെ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് മീഡിയയ്ക്ക് സാധിക്കുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ അവസാനം വരെയും സമരം ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കണം ഓരോ മാധ്യമപ്രവർത്തകരുടെയും ഒരു ലക്ഷ്യമെന്ന് എനിക്ക് തോന്നുന്നു.
താങ്ക് യു. അതൊരു വളരെ നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഓഡിയൻസിന് ചർച്ചയ്ക്കായിട്ട് തുറക്കാം.